നിന്റെ മക്കളെയും ഒരുപോലെ അവിടുന്ന് ശക്തീകരിക്കണമേ. പുതുകൃപ എല്ലാവരുടെ മേലെ ചൊരിയുമാറാകണമേ. കുഞ്ഞുകുട്ടി വേദമെല്ലാവരും പരിശുദ്ധാത്മ നിറവിലായി തീരുവാന് അവിടുത്തെ കർത്താവ് ജനത്തെ ശക്തീകരിക്കുവാനാകണമേ. സൂക്ഷകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. പ്രത്യേക ഞങ്ങളുടെ മധ്യേ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ അഭിഷക്തനായി ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ആത്മനിറവോടെ ഈ രാത്രികാലം നിന്റെ ജനത്തിന് കൊടുക്കേണ്ട ദൂതുകൾ ആലോചനകൾ പ്രസ്താവിപ്പാൻ ഇവിടെ ദാസനെ ശക്തീകരിക്കണം. വലിയ വിടുതൽ ഞങ്ങളുടെ മേലയക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. Hallelujah, hallelujah, hallelujah. Praise God, hallelujah, hallelujah. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരുമേ. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരുമേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൽ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൽ ജീവനാഥൻ യേശുവേ. മരണാധികാരി ആയിരുന്ന ഘോരനാ പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാ പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ സ്തുതി ചെയ് മനമേ നിത്യവും നിൽ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൽ ജീവനാഥൻ യേശുവേ. ബഹുമാന്യനായി വാനിലാവൻ വാഴ്ചയാൽ ബഹുമാന്യനായി വാനിലാവൻ വാഴ്കയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളൂ ആകയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളൂ ആകയാൽ. സ്തുതി ചെയ് മനമേ നിത്യവും നിൽ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൽ ജീവനാഥൻ യേശുവേ.
മനമേ തൽസമയം വൽ കൃപകൾ പ്രാപിപ്പാൻ ദിനവും മനമേ തൽസമയം വൽ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൽ അധികത്തിൽ ചെല്ലുന്നേ അതിധൈര്യമായി കൃപാസനത്തിൽ അധികത്തിൽ ചെല്ലുന്നു സ്തുതി ചെയ്യണമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യണമേ നിത്യവും ജീവനാഥൻ യേശുവേ ബഹുദൂതരുച്ച നാദമോടെ ദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ സ്തുതി ചെയ്യണമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യണമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ മരണാധികാരി ആയിരുന്ന ഘോരനാ പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാ പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു തീർത്താനാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്താനാഥനെ മനവേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യണമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ ദിനവും മനമേ സമയം വൽ കൃപകൾ പ്രാപിപ്പാൻ ദിനവും മനമേ സമയം വൽ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൽ അധികത്തിൽ ചേർന്നു അതിധൈര്യമായി കൃപാസനത്തിൽ അധികത്തിൽ ചേർന്നു സ്തുതി ചെയ്യണമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യണമേ നിത്യവും ജീവനാഥൻ സ്വജീവൻ തന്നൊരാത്മാസ്നേഹിതൻ വേറാരുമേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാസ്നേഹിതൻ വേറാരുമേ മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യണമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യണമേ നിത്യവും നിൻ
ജീവനാഥൻ യേശുവേ ആരാധേ Amen. Hallelujah. നമുക്ക് എല്ലാവർക്കും ദൈവസേവയിൽ നിൽക്കാം. Hallelujah. Hallelujah. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Praise God. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം
പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചേതരനാ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചേതരനാ. ദൈവകോപത്തിൽ വെന്തെറിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെറിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവിൻ. ഉലഹമഹാത്മാരാഖിലരും ഉറങ്ങുന്നു കല്ലറയിൽ. ഉലഹമഹാത്മാരാഖിലരും ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതലേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതലേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. അരുഷതയകറ്റി കണ്ണുതിർ കൂടം ഉത്സുതരായിരിപ്പിൽ. അരുഷതയകറ്റി കണ്ണുതിർ കൂടം ഉത്സുതരായിരിപ്പിൽ. നമ്മുടെ ആത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. നമ്മുടെ ആത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുത്തിന ജയരാശേ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുത്തിന ജയരാശേ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതവുകളെ യേശുവെ സ്വീകരിപ്പാൻ. കതവുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും നീക്കാൻ അവതരിച്ചേതരനാ. പാപം ശാപം സകലവും നീക്കാൻ അവതരിച്ചേതരനാ. ദൈവകോപത്തിൽ വെന്തെറിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെറിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ
മുറുകും ഉറങ്ങുന്നു കല്ലറയിൽ. ആമേൻ. ഉലകമഹാന്മാരഹിലരും മുറുകും ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉലകത്തിൽ വാണിടുന്നു. ഒരുവൻ മാത്രം. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉലകത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ആമേൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഓ യെസ് ജയ ഗീതം പാടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവിൻ. ഓ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവിൻ. പണ്ടയുള്ള കഥകളെ ഉയർന്നിരുപ്പി. പകത്വത്തിന് രാജാവാര് ബലവാരും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ ഇന്ന് രാത്രികാലം പ്രവേശിക്കത്തക്കവണ്ണം ആമേൻ നമ്മുടെ തലകളെ ഉയർത്തോ. രാജാതിരാജാവും കർത്താതികർത്താവുമായവർ ഹല്ലേലൂയാ. ഈ രാത്രികാലം നമ്മുടെ മധ്യയിൽ എഴുന്നള്ളി വന്നിരിക്കാൻ നമുക്ക് അവനെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Hallelujah, hallelujah, praise God, hallelujah, hallelujah. തേടി വന്നു ദോഷിയമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയമെന്നെയും എന്നെയും നാഥ. Now
വന്നു ദോഷിയാമെന്നെയും എന്നെയും തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നമ്മോട് മനസ്സറിവ് കാണിച്ച അത്ഭുതാതര സ്നേഹത്തിനായി ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവസാനത്തുള്ള രക്തവും കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന സ്നേഹത്തിനായി ഈ രാത്രികാലം നന്ദിയുള്ളവരായി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ ഒരു ശക്തിക്ക് കഴിയില്ലല്ലോ. കഷ്ടതയോ പട്ടിണിയോ വാളോ മരണമോ ആമേനൊന്നിനും ഹല്ലേലൂയ ദൈവജനത്തെ ഹല്ലേലൂയ അവങ്കിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അവിടുത്തോട് ചേർന്നിരിപ്പാൻ, അവിടുത്തെ മാറോട് ചേർന്ന്
ചേർന്നിരിപ്പാൻ അവൻ എന്നോട് പറ്റിയിരിക്കുക. ഞാൻ അവനെ വിടുവിക്കൂ. അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്നുള്ള അവിടുത്തെ വചനപ്രകാരം അവിടുത്തെ മാറോട് ചേർന്നിരിപ്പാൻ. ഹല്ലേലൂയ. ഈ രാത്രികാലം നമ്മതിന് പൂർണ്ണമായി സമർപ്പിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം, ഹല്ലേലൂയ. പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ സ്വാർത്ഥതയില്ലാതെ ആ സ്നേഹം, ഹല്ലേലൂയ, ഈ രാത്രികാലവും നമ്മുടെ പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ കൃപയും കരുണയും നിറഞ്ഞവനായവൻ, ദീർഘക്ഷമയുള്ളവനായവൻ, ഈ രാത്രികാലവും നമ്മുടെ മധ്യേ ഉള്ളതിലോ രാത്രികാലം നമ്മതിന് പൂർണ്ണമായി സമർപ്പിക്കാം. ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മതിനെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഈ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് ഫേമസ് സഹോദരിയും സോണിവേറും പ്രാർത്ഥിച്ചാണ്. സ്തോത്രം ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഇന്ന് വെള്ളിയാഴ്ച രാത്രികാലം കർത്താവേ ആരാധനയായി കർത്താവേ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വന്ന സമയം മുതൽ കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ കർത്താവെ കീഴായി തീരുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതിക്രമങ്ങളാലും പാപികളാലും മരിച്ചതായിരുന്നു ഞങ്ങളെ കർത്താവെ അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവെ അപ്പാപുത്രത്വത്തിന് കർത്താവെ അവകാശികളാക്കി വെച്ച അങ്ങയുടെ കൃപയോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല കർത്താവെ. ആ പാട്ടുകാരെ കർത്താവെ അങ്ങയുടെ വരവേ നേരത്ത് ഞങ്ങൾ അറിയുന്നില്ല കർത്താവ്. യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞങ്ങളുടെ അരുമനാഥന്റെ വരവേ ഏറ്റവും അടുത്ത് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഓരോ ദിവസവും എങ്ങനെ കാത്തിരിപ്പാളുള്ള കൃപ തരുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് കർത്താവെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പ ഇന്നത്തെ ആരാധനയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പ സംഗീതം വായന കർത്താവ് ദൈവജന ശുശ്രൂഷ എല്ലാ കർത്താവെ അപ്പാസ്തോതങ്ങ് ബലപ്പെടുത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയാം കുടുംബങ്ങളെല്ലാ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പാ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാക്കണമേ. വിവിധ ആവശ്യമുഖങ്ങളായിരിക്കുന്നവരുണ്ട് കർത്താവെ. അപ്പാ നിന്റെ ഭാരയോട് മേൽ വെച്ചു കൊള്ളുക. അവൻ നിന്നെ പുലർത്തും വഹിക്കും. നീതിമാൻ കുടുങ്ങിപ്പോകുവാൻ യഹോവ ഒരു നാളും സമ്മതിക്കാത്ത കർത്താവായിരിക്കാൻ ഞങ്ങളുടെ ഭാരങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സ്തോത്രത്തോട് അർപ്പിക്കുമ്പോൾ അങ്ങ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന നല്ല കർത്താവായിരിക്കാൻ സ്തോത്രം. തുടർന്ന് എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവിനെ കുടുംബമായി ഏൽപ്പിക്കുന്നു കർത്താവെ. ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് കർത്താവെ അപ്പാ പറയുവാൻ നിന്റെ മകനെ കർത്താവെ ഹല്ലേലൂയ കരുതിക്കൊള്ളുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ അപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പൻ പ്രാർത്ഥന കേടനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും ഞങ്ങളോട് സ്നേഹിക്കുന്ന നല്ല ദൈവമേ കർത്താവേ, ഞങ്ങളെ ഒരിക്കൽ കൂടി ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഹല്ലേലൂയ. ഈ ഭാഗ്യ നമസ്തനായ കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളൊക്കെയും കർത്താവെ ഞങ്ങൾ നന്നായി നടത്തിയല്ലോ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ തെറ്റുകളും കുറവുകളും കർത്താവെ ഞങ്ങളോട് പൊറുക്കണമേ കർത്താവെ. അവിടുത്തെ കൃപയ്ക്കായി കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഒന്നുകൂടി എല്ലാ കർത്താവെ ആത്മാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേവദാസൻ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആരാധന തുടക്കം മുതൽ കർത്താവെ അവസാനം വരെ കർത്താവെ ഹല്ലേലൂയ കർത്താവെ. നല്ല ഗീതങ്ങൾ കേൾക്കുവാൻ കർത്താവെ അങ്ങേ പ്രേസുവാൻ ഞങ്ങൾക്ക് തരുന്ന നല്ല അവസ്ഥത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ.
ഹാലലൂയ. നല്ല സങ്കീർത്തനം കേൾക്കുവാനും കർത്താവ്, ഞങ്ങളുടെ പ്രബോധനം കേൾക്കുവാനും കർത്താവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ തരണമേ. ഹാലലൂയ. കർത്താവിൽ കൂടെ ഞങ്ങൾ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ കർത്താവിനെ സഹായിക്കണമേ. കടന്നു വരുന്ന ഓരോരുത്തരും കർത്താവേ വലിയ അനുഗ്രഹമായി ആരാധനയെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലൂയ. സ്തോത്രം കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല പ്രബോധനം നൽകുവാൻ കർത്താവ് ഞങ്ങൾ ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേവദാസൻ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. ഞങ്ങൾക്ക് തരുന്ന നേതൃത്വത്തിനെല്ലാം കർത്താവിന് കൃപയോടെ നന്ദി ചെയ്യുന്നു കർത്താവേ. ഒരു കൂടി കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയായിട്ട് നല്ല യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വീണ്ടും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഈ രാത്രി കാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി 119 സങ്കീർത്തനം അതിന് 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalms 119, 41 to 48. 119 സങ്കീർത്തനം 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ രാത്രികാലവും അനുഭവിപ്പാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സഹോദരങ്ങൾ പലരും സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. വിഷ്ണുപുത്രനായി കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. മെബിനായി കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് പൂർണ്ണ സൗഖ്യം വിടുതലും ആ ഭവനങ്ങൾ മേലയക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. ദേശത്തിൻ്റെ വ്യാപാര ശക്തി ആരിലും വ്യാപരിക്കുവാനിടയാകാതെ ആമേൻ യേശുവിൻ്റെ രക്തം കൊണ്ട് കർത്താവ് എല്ലാവരെയും മുദ്രയിടുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സൈജബർ നാട്ടിൽ നിന്ന് വിളിക്കുവാനിടയായി തൻ്റെ ഭവനത്തിൻ്റെ പണിയൊക്കെയും ഏകദേശം പൂർത്തീകരിച്ച് കൊണ്ടേയിരിക്കുന്നു. 13-ാം തീയതി തൻ്റെ പുതിയ ഭവനത്തിൻ്റെ ഡെഡിക്കേഷനാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. കടന്നുപോയി സംബന്ധിക്കുവാൻ കഴിയുന്നവർ കടന്നുപോയി സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവം ആമേൻ പ്രിയപ്പെട്ടവനെ കുടുംബമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ രാത്രികാലം വായിച്ചു കേൾക്കുവാൻ ഇടയായത്. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചേലതുമായ ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു വന്നതുകൊണ്ടാണ് സ്തോത്രം ഈ രക്ഷയുടെ അനുഭവം, ഈ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായത്. സ്തോത്രം. അതിന് 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കണം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അതിൻ്റെ വയറിൽ സ്തോത്രം. ഹല്ലേലൂയ. ഉയർത്തപ്പെടുവാനുള്ള സമയം അടുത്തിരിക്കിയാൽ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കുറച്ച് സമയമേ നമുക്കുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര സമയമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. സ്തോത്രം.
അല്ലെങ്കിൽ ആശീർവാദം പറഞ്ഞ് കാറിൽ കയറുമ്പോൾ ആയിരിക്കാം, ഹല്ലേലൂയ. അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് നാം കിടക്കയിൽ ആയിരിക്കുമ്പോഴായിരിക്കാം. ഏതു നിമിഷവും കർത്താവിൻ്റെ വരവാകും, ഹല്ലേലൂയ. ആകയാൽ പ്രത്യാശയുള്ളവരായിട്ട് നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം. സ്തോത്രം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള സ്തോത്രം ചില മാർഗങ്ങളാണ്, ഹല്ലേലൂയ. ഒന്നാമതായി ഈ വചനം നാം ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത് പാപം ചെയ്യാതിരിക്കാനുള്ള വേറൊരു മാർഗം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അടുക്കളയിലായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം. ജോലി സമയത്തും പ്രാർത്ഥിക്കണം. സൈറ്റിലായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. ഏത് സ്ഥലങ്ങളിലായിരുന്നാലും പ്രാർത്ഥിപ്പാനൊരു ദൈവത്തിന് കഴിയും. സ്തോത്രം. വാഹനം ഓടിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. മൂന്നാമതായി ആത്മാവിൽ അന്യഭാഷ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നാൽ പാപചിന്തകളൊന്നും മനസ്സിൽ വരത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ആമേൻ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. കുറഞ്ഞ പക്ഷേ ഇത്രയും കാര്യങ്ങളെങ്കിലും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും നമുക്ക് കഴിയുകയുള്ളൂ. സ്തോത്രം. ഇതൊന്നും വിവരിച്ചു പറയേണ്ട കാര്യമല്ല. സ്തോത്രം. നല്ല മലയാളത്തിലാണ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ആയുധവർഗങ്ങളായി ഉണ്ടായിരിക്കണം എന്നുള്ളത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് സ്തോത്രം, ഹല്ലേലൂയ. അതിനെ വായിച്ചിട്ട് രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ആമേൻ, സ്തോത്രം. പിശാചിനോട് പോരാടണമെങ്കിൽ എന്താ വേണം? ദൈവവചനമെന്ന ആത്മാവിന്റെ വാള് വേണം. സ്തോത്രം. ആത്മനിറവോടുകൂടി ആത്മശക്തിയോടുകൂടി ദൈവത്തിന്റെ വചനം നാം ഉപയോഗിച്ചാൽ, ഹല്ലേലൂയ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. ഹല്ലേലൂയ. അത് ഒരു പക്ഷേ നിന്നെ തെറ്റിച്ച് കളയുവാൻ പൈശാചികൻ കൊണ്ടുവരുന്ന സ്വഭാവ ദൂഷ്യമായിരിക്കാം. ഒരുപക്ഷെ നിന്റെ നടപ്പിൻ്റെ പോരായ്മകളായിരിക്കാം. ഒരുപക്ഷെ നിന്റെ നോട്ടത്തിൻ്റെ പോരായ്മകളായിരിക്കാം. ഒരുപക്ഷെ നിന്റെ കൈകളുടെ പ്രവൃത്തികളുടെ പോരായ്മകളായിരിക്കാം. ഇതിൽ നിന്നെല്ലാം ജയം നേടണമെങ്കിൽ ഒറ്റ കാര്യം ഉണ്ടായേ മതിയാവൂ. ദൈവത്തിൻ്റെ വചനമെന്ന ആത്മാവിൻ്റെ വാള്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, സ്തോത്രം, വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിന് आपका ब्रदर को भी बुलाओ. आपके साथ में जो है ना अगला है. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം. ആമേൻ. യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത്. 43-ാം വാക്യം വായിച്ചാട്ട്,
ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിന്റെ വചനം എൻ്റെ വായിൽ നിന്ന് സത്യമായതൊന്നു മാത്രമേ ഉള്ളൂ, വചനമാ. സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്തവനായ യേശു തമ്പുരാൻ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നതുകൊണ്ടാണ് ഈ രക്ഷ പ്രാപിപ്പാൻ നമുക്ക് സാധിച്ചത്. പ്രൈസ് ലോർഡ്. രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിലാക്കുവാൻ കർത്താവ് കൃപ തന്നത്. സ്തോത്രം. യേശു തമ്പുരാൻ കടന്നു വന്നില്ലായിരുന്നു എങ്കിൽ നമുക്ക് മുമ്പിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, അത് നിത്യനരകമായിരുന്നേനെ. സ്തോത്രം. നിത്യനരകത്തിൽ നിന്ന്, നിത്യശിക്ഷാവധിയിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവിനെ ആമേ സ്വന്തരക്ഷിതമായി സ്വീകരിപ്പാൻ തക്കവണ്ണം ആമേ കർത്താവ് കൃപ തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുവാൻ ഇടയാക്കരുത്. സ്തോത്രം. പിശാചിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ രക്ഷയുടെ സന്തോഷം കെടുത്തിക്കളയുക. ഒന്നുകിൽ സ്തോത്രം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് തക്ക സമയത്ത് നാം ഉദ്ദേശിക്കുന്ന സമയത്ത് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ആമി നിലച്ചിരിക്കാത്ത സമയത്ത് നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ രോഗം വരുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ആമീൻ. നിലച്ചിരിക്കാത്ത സമയത്ത് ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ അവിടെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ യഥാർത്ഥ വിശ്വാസിക്കെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആമീൻ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ദൈവത്തിൻ്റെ വചനം ആത്മാവാകുന്ന വാൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, യാതൊരു സംഗതിക്കും അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. രക്ഷയുടെ സന്തോഷം ഉള്ളിലുള്ളവന് ആമേ മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അവനെ എവിടൊക്കെ പോയാലും, പിക്നിക്കിന് പോയാലും, ഗാർഡനിൽ പോയാലും, വഴിയിലായിരിക്കുമ്പോഴും, യാത്രാവേളയിലായിരിക്കുമ്പോഴും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്വർഗീയ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കും. ഹല്ലേലൂയ. ഇത് കേട്ടിട്ടവർ മാനസാന്തരപ്പെടും, അവർ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഇടയാകും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ദൈവമക്കളെ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ സ്പോൺസർമാർ അറിയണം നാം ഒരു വിശ്വാസിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ നമ്മോട് ആവശ്യപ്പെടണം. അതാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ പറയണം ഇവനൊരു വിശ്വാസിയാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അയൽവാസി പറയണം ഇവനൊരു വിശ്വാസിയാണെന്ന്. സ്തോത്രം. ആമേൻ. വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. അതിനായിട്ട് നമ്മെ തന്നെ ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമക്കളെ, അല്പ ദിവസങ്ങൾ മാത്രം, അല്പസമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മുടെ കർത്താവ് വരും, നിശ്ചയമായും വരും. അവൻ നമ്മെ ഇന്ന് രാത്രികാലം നാം കേട്ടല്ലോ, എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ 2-ാം ഭാഗം, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ആമേൻ, ഉപേക്ഷിക്കുകയില്ല എന്ന് ആമേൻ അരുളി ചെയ്തവനായ കർത്താവ് അവൻ വീണ്ടും വരാൻ സമയമായി. സ്തോത്രം. ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് പ്രത്യാശയുള്ളവരായി കാത്തിരിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്പസമയം സാക്ഷ്യത്തിനായിട്ട് To this I hold
opportunity to tell this memory verse. Matthew 28, verse 19. And Jesus came and spoke unto them, saying, All power is given unto me in heaven and earth. Go therefore and teach all the nations, baptizing them in the name of Father, the Son, and the Holy Spirit. Amen. Praise Lord. James 1:5. If any of you lack wisdom, let him ask God, that who gives a liberty and without reproach will be given to him. Praise the Lord. Blessed are the pure in heart, for they shall see God. Matthew 5 verse 8. Please pray for me and my family. Amen. I can do all things through Christ, which strengthens me. Philippians 4 verses 13. Please pray for me and my family. Amen. Praise the Lord, Mama. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Whoever does the secret of the Most High, will rest in the shadow of the Almighty. I say of the Lord, He is my refuge and my fortress, my God in whom I trust. Psalms 90 verse 1. Please pray for me and my parents. Praise the Lord. Amen. Psalms 190 verse 57. The Lord is my portion. I promise to keep your words. Please pray for me and my. Amen. For by you I can run against the topper, by my God I can lap over the well. Psalms 80 verse 29. John 3 verse 16. For God so loved the world that he gave his only Son, that whoever believes in him should not perish but have an everlasting life. Praise the Lord. God is my light and my salvation. Whom shall I fear? Psalms 27 verse 1. Please pray for me and my family. Praise the Lord. Praise the Lord. Children, obey your parents. Not efficient. Fish. 6 verse 1. Please pray for me. Amen. Praise Lord. Our soulmates for Lord. Psalms 33 verse 20. Praise the Lord. Whoever be called by Lord be saved. Romans 10 verse 13. Praise the Lord. Believe in the Lord Jesus Christ and who will be saved. Revelation Praise 22 verse 13. I am Alpha and Omega, the first and the last, the beginning and the end. Praise the Lord. Let my soul live and praise, and the judgments will help me. Psalms 119 verse 175. Yes, thank you, Matthew 5 verse 19. For whoever breaks the least of these commandments and teaches men so shall be called least in the kingdom of heaven. But whoever does and teaches men shall be called great in the kingdom of heaven. Praise the Lord. John 3 verse 8. The wind blows wherever it wishes, and you hear its sound, but you do not know where it comes from or where it goes. So it is with everyone who is born of the Spirit. Praise Lord. 1 Peter 1 verses 23. Since you have been born again, not of perishable seeds, but of imperishable, through the living and abiding word of God. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ തന്നെ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. Please pray for me and my family. പ്രൈസ് ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വക്രതയും കോട്ടതയുമുള്ള തലമുറയുടെ നടുവിൽ അനന്തിരി പരമാർച്ചയുടെ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരുവാൻ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആമേൻ അഭിഷക്തരായി ആരോഗ്യവും ബലവും സ്വർഗീയ ജ്ഞാനവും ഉള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ തക്ക വേണം ഈ തലമുറയിൽ മാതൃകയുള്ളവരായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് ശക്തീകരിക്കേണ്ടതിനായി അനുഗ്രഹിക്കേണ്ടതിനായി കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ ജീസസ്. ചേരട്ടെ ഞാൻ യേശുനാഥ, ഈ നേരം നീയാണെന്ന് എല്ലാമെല്ലാം എന്നുമെന്നും പിതാവ്.
ചേരട്ടെ ഞാൻ യേശുനാഥ ഈ നേരം നീയാണ് എല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ് ഞാനാകന്നാലും നീയാകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ ആകന്നാലും നീയാകലില്ല സ്നേഹിച്ചു ജീവനും പ്രാണനും നീയേ എൻ്റെ എല്ലാം എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ മാറോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഈ നേരം നീയാണ് എല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ് ഞാനാകന്നാലും നീയാകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ നമ്മുടെ കർത്താവദാസൻ അനീഷ് കാവാലം, പിന്നെ ഞാൻ. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അസൂയപ്പെടുകയൊന്നും വേണ്ട. കാരണം അത് വെള്ളയും വെള്ളയും കൊടുത്തത് കൊണ്ടോ മുണ്ടും ജുബ്ബയും പുറത്തിട്ട് നടക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. ജീവിതം അങ്ങനെയൊക്കെ ഇതുവരെ ആയിത്തീരുവാൻ. എങ്കിലും ഞാൻ പാടും, ജീവിതം ഇനിയും ശരിയായില്ലല്ലോ, അപ്പനെ ജീവിച്ചിടും എനിക്ക് വേണ്ടി. അപ്പോൾ ഇന്ന് രണ്ട് ആൻറ്റിമാരെ ഒന്ന് കൈവയ്ക്കുക. മുഖം കാണാൻ പറ്റില്ല, എൻ്റെ കഴുത്ത് 180 ഡിഗ്രി കൂടുതൽ തിരിയില്ല. ആൻറ്റിമാരെ ഒന്ന് കൈവയ്ക്കുക, പാട്ട് പാടി. ഓമന ചാണ്ടപ്പിള്ള ആൻറ്റിയുടെ പാട്ട് പാടിയ ദേവദാസി ഒന്ന് കൈവയ്ക്കുക. ഓമന അതെ, നാഥൻ വരാറായി. നമുക്കൊന്നുകൂടി പാടാം കേട്ടോ. സ്തോത്രം. ഇവർക്കൊക്കെ ബോറടിയാണ്, നമുക്കൊക്കെ ഇത് ആഹാരമാണ്. കാരണം ഞാൻ ഈ പൂണൂല് പൊട്ടി വന്നതുകൊണ്ട് എല്ലാ ദിവസമൊന്നും പായസം കുടിക്കാറില്ല. ഇവർ പായസം കുടിച്ച് ഷുഗറായി, അതുകൊണ്ട് കൈയൊന്നും പൊക്കില്ല, സ്തോത്രം പറയില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പ്രത്യേക ബഹുപാസ്റ്റർ ഞാൻ വന്ന നാൾ മുതൽ ഞങ്ങൾക്കൊക്കെ ഷുഗർ ഉണ്ടെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനിയും രുചിയാണ് അല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ ആ പഴമൻ്റെ രുചിക്ക് മധുരമായി തീർന്നു. കാരണം ആ കാട്ടുമരങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ, സ്തോത്രം, നാരകം പോലെ, ആ മുള്ളുകളുടെ താമര പോലെ പ്രിയനിരുന്ന അനുഭവത്തിൽ, ഈ ലോകത്തിൻ്റെ മുള്ളുകളുടെ അനുഭവത്തിൽ നമുക്കിരിക്കുവാൻ കഴിയുമെങ്കിൽ അതിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, ആ പഴമൻ്റെ രുചിക്ക് മധുരമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ. ആൻറ്റിമാരെ അന്യം നിന്ന് പോയി, അന്യം നിന്ന് ഇംഗ്ലീഷ് എന്താ പറയുക? സ്തോത്രം. അന്യം നിന്ന് പോയി ഡിവാസ്റ്റേറ്റഡ് ഫ്രം ദർ. എന്താ ഒലിവിയ അന്യം നിന്ന് പോയതിന് ഇംഗ്ലീഷ്? എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് സോങ്സ്. അന്യം നിന്ന് പോയി അല്ല, അങ്ങനെയല്ലേ പറയാ? സ്തോത്രം. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസാണ് പെന്തക്കോസ്ത് സഭയിൽ. പെന്തക്കോസ്ത് ഹല്ലേലൂയ. എനിക്ക് വിമർശിക്കാനോ വിലയിരുത്തുവാനോ, പക്ഷെ വളരെ ധന്യനായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ധന്യനായ പൗലോസ്ലിഹ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയണം, ധന്യനായ ലൈജു പാസ്റ്റർ, രിജു ബ്രദർ, ധന്യനായ നമ്മൾ ഓരോരുത്തർ ധന്യരാകണം ഇവിടുന്ന് പോകുമെന്ന്. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ കൂടെ ആ കൂട്ടായ്മ ആചരിപ്പോൾ ഞാൻ കടന്നു വന്ന കാലത്ത് എനിക്ക് സൊഹാറിലേക്ക് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. ചുരുങ്ങിയ പക്ഷം പഞ്ചാസഭകളിലൊക്കെ പോയി നോക്കണമെന്ന്. ഇപ്പം അറിയാമല്ലോ, സ്തോത്രം, സഭയുടെ ഈ ലേബൽ വന്നതുകൊണ്ട് ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിലേക്ക്, ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചിന്ത ആൾക്കാർക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ ഗാലറി വേറെ ഇല്ല, ഒറ്റ ഗാലറിയെ കാണുള്ളൂ. ആത്മാവിനാലും അല്ലെങ്കിൽ വചനത്താലും വീണ്ടും ജനിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം. അതുകൊണ്ട് സമയം ലഭിക്കുമ്പോഴൊക്കെ വരും. കാരണം വളരെ ബോധിച്ച് ഞാൻ പാസ്റ്റർക്ക് മെസ്സേജ് അയച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണമെങ്കിൽ അത് കേൾപ്പിച്ചു കൊടുക്കണം പാസ്റ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിലും ബോധിച്ച് 2 സഭയേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ വരും. അങ്ങനെ വൈഫിന് അല്പം ശാരീരിക ബുദ്ധിമുട്ട് കാരണം പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുടുംബമായിട്ട് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചു. ദൈവം സഹായിക്കട്ടെ. അടുത്തവണ ഞങ്ങൾ ഒരുമിച്ച് വരാൻ ശ്രമിക്കാം. കർത്താവിൻ്റെ കൃപ. ഈ സമയം ഞങ്ങൾക്ക് വലിയ അവകാശമാണ്. കാരണം എല്ലാം കഴിഞ്ഞ് കാലത്ത് 7 മണി തൊട്ട് സൊഹാറ്, പിന്നെ പഞ്ച, പിന്നെ ഞങ്ങളുടെ ആരാധനയും കഴിഞ്ഞ് വന്നുമ്പോൾ എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, സ്തോത്ര ശുശ്രൂഷകൾ നൽകപ്പെടുന്നത് പൊതു പ്രയോജനത്തിനാണ്. ഹല്ലേലൂയ. അത് ചർച്ച് ഓഫ് ഗോഡിനെന്നോ അസംബ്ലീസ് ഓഫ് ഗോഡിനെന്നോ ഏജിക്കൊന്നും പി ജിക്കൊന്നും അല്ല. എവിടെയാണോ ജനത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സത്യസുവിശേഷ സഭയിലേക്ക് ചേർക്കണം.
ഹല്ലേലൂയ, സ്തോത്രം. അത് സൗകര്യപ്രദമായ രീതിയിൽ ആർക്ക് സൗകര്യപ്രദമാകുന്നു അതുപോലെ സ്തോത്രം അങ്ങനെ ചെയ്യുവാൻ ഞാൻ അവൈലബിൾ ആണെന്ന് പറയാൻ കൂടിയാണ്. കാരണം എബിവദറിൻ്റെ ജീവിതരുടെ കൂടെ ഞാൻ ഒരിക്കൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ കൂടിയതായ ഓർമ്മയുണ്ട്. ഇപ്പോഴും വീട് എനിക്ക് അറിയുന്നില്ല എവിടെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ തന്നെ ഉണ്ട്, ഹല്ലേലൂയ. പക്ഷേ ഇപ്പോഴും എനിക്കറിയില്ല എവിടെയാണെന്ന്. അവരുടെ മാതാവിനെ ഓർത്ത്, നിങ്ങളെ ഓർത്ത് അസൂയുണ്ട് എനിക്ക്. കാരണം നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കുന്നു. എൻ്റെ മാതാവ് അകന്ന് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് താമസിക്കുകയാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം 54 വയസ്സ് വരെ 52 വയസ്സ് വരെ പട്ടാളച്ചിട്ടയിൽ എൻ്റെ അച്ഛൻ വരച്ച വരയിൽ നിർത്തി, സ്തോത്രം. എന്നാലിപ്പോൾ അവർക്ക് സമയവും സൗകര്യവും പൈസയും ഒക്കെ ഉള്ള ഇപ്പോൾ ആരെയും കൂട്ടാതെ ഒരൊറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് മണിപ്പൂരിൽ നിന്ന് വന്നത്. അതിന് ഒരാഴ്ച മുമ്പാണ്, ഒരു മാസം മുമ്പാണ് ജമ്മു കാശ്മീരിൽ നിന്ന് വന്നത്. ഞാൻ ചോദിച്ചു, ഇനി പേര് ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിൽ വീണ്ടും ജനിക്കട്ടെ പേര് പറയാം, അല്ലെങ്കിൽ ഫാത്തിമ ബീവി എന്ന് പറയാം, അല്ലെങ്കിൽ കാര്യം പോക്കാന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ പേര് ഓർക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ രുക്മിണി ദേവി സ്നാനപ്പെട്ട് ഈ സഭയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരിക്കൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻറ്റിമാർ പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മയുടെ പേര് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ബ്രാഹ്മണിയമ്മയാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഞാൻ പൂർണ്ണൽ ആയിട്ടൊന്നും മനസ്സിലായില്ലേ. അപ്പോൾ അമ്മ ഈ വഴിക്കൊന്നും വരില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഭാഗ്യവതികളായ ഭാഗ്യവാന്മാരായ കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ അടുത്ത് മാതാപിതാക്കളെയൊക്കെ കൊണ്ടുവന്ന് പരിപാലിക്കാൻ കഴിയുന്നു. ഇതുപോലുള്ള സാക്ഷിയൊക്കെ നിങ്ങൾ പറയുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും പ്രത്യാശയില്ലാത്ത സാക്ഷ്യം, മോങ്ങലിൻ്റെ സാക്ഷ്യം. സാക്ഷ്യത്തിൻ്റെ സമയത്തൊന്നും പ്രത്യാശയില്ല. ഞാൻ വളരെ ധന്യനായി വേഗത്തിൽ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആരെയും അറിയാത്തവനെ പോലെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ എവിടെ പോയാലും ഇപ്പോൾ ലേബൽ വന്നതുകൊണ്ടും ഓക്കെ ഞാൻ നല്ല വചനം കേൾക്കാം. കർത്താവ് നന്നായി ശുശ്രൂഷിച്ചു. 110 മോൻ്റെ പേര് ഒരു സാക്ഷ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2009-10 കാലഘട്ടത്തിൽ വാളിനെ ഭയക്കാതെ, ജയിലിനെ ഭയക്കാതെ ഒന്നും നിന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് വിശ്വാസത്താൽ തീയുടെ ബലത്തേക്ക് എടുത്ത്, വിശ്വാസത്താൽ വായുടെ ബലം, വിശ്വാസത്താൽ 34 പരം പ്രാവശ്യം ഇബ്രാഹിം 11-ാം അധ്യായത്തിൽ അത് എഴുതിയപ്പോൾ ഞങ്ങളും ആ വചനം അങ്ങനെ തന്നെ സാക്ഷാലാകുന്നത് പോലെ വിശ്വസിച്ചു. ഞങ്ങൾക്ക് അന്ന് നൽകപ്പെട്ട മകനാണ് നിങ്ങളുടെ നടുവിലുള്ളത്, വിശ്വാസ് പോൾ നാരായണൻ. സ്തോത്രം. കുഞ്ഞൂട്ടൻ എന്ന് വിളിക്കും. പോൾ എന്നുള്ളതുകൊണ്ട് കുറുകിയവൻ. പോളിൻ്റെ അർത്ഥം ദ ഷോർട്ട് വൺ എന്നാണ്. സ്തോത്രം. പോൾ. നാളെ കുഞ്ഞുങ്ങളോടൊക്കെ പ്രത്യേകമായി സംസാരിക്കുന്നതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ആരും സംസാരിക്കില്ല. കുറച്ചും കൂടി ഘനമേറിയ വചനങ്ങൾ സംസാരിക്കുന്ന നാളെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അറിയാമല്ലോ, നാളെ IC ക്ഷണം കിട്ടിയിരുന്നു. സ്തോത്രം. കഴിയുന്നവരൊക്കെ പോയി അതിൽ പങ്കെടുക്കുക. മറ്റൊന്നും നോക്കണ്ട. സ്തോത്രം. നിങ്ങൾ ആത്മാവുത്സവത്തിൽ ആരാധിക്കുക. പലതും കാണും. സ്കാർഫ് ഇടാത്തവർ വരും, സ്കാർഫ് ഇടുന്നവർ കാണും. നമ്മൾ എന്ത് പഠിപ്പിച്ചോ അതുപോലെ പോവുക. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിലും സത്യത്തിലും മാത്രം കർത്താവിനെ സ്നേഹിക്കുക. ഐ വുഡ് ബി എക്സ്പെക്റ്റഡ് ടു സീ ഓൾ ഓഫ് യു. കർത്താവ് എന്നെ സഹായിക്കട്ടെ. ഞാൻ എന്തുകൊണ്ട് അത് എടുത്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ സമർപ്പിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാനിത് പണ്ട് എൻ്റെ കോളേജ് ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു IPCF എന്നോ. ഞാൻ പറഞ്ഞു IPCF അല്ല, ICPF. അപ്പോൾ എവിടെയോ കേൾക്കുന്നുണ്ട്. കണ്ടോ? സ്തോത്രം. മതി. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അങ്ങനെ പരിചയപ്പെടുവാൻ പല വേദികൾ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അതിൽ നിങ്ങളും കഴിയുന്ന രീതിയിൽ ഭാഗവാക്കളാകുക. ഇന്ന് ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്ന വളരെ പ്രത്യാശയുള്ള വചനമാണ്. ഹല്ലേലൂയ. ഹിന്ദി അറിയാവുന്നതെന്ന് പറഞ്ഞത് ആരാണ്? സ്തോത്രം. इंग्लिश അറിയാം. तो हिंदी में भी बात कर सकता हूँ. यूहन्ना के सुसमाचार 14वें अध्याय की पहली आयत पढ़िएगा. आप हिंदी में पढ़िएगा पहले. यूहन्ना की सुसमाचार, बुक ऑफ गॉस्पेल ऑफ जॉन. You have English also. Okay. ठीक है. So Gospel of John chapter 14 verses 1. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യവും അതിന്റെ 17, 18, 19 വാക്യങ്ങളും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. 17, 18, 19. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ആമേൻ. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കും. അതേത് സാഹചര്യമായാലും, ഭൂലോകത്തിലെ ഏത് സ്ഥലമായാലും, ഹല്ലേലൂയ, ഏത് ഭരണമായാലും കർത്താവായ യേശു ക്രിസ്തു മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി മഹിമയുടെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് നാമം ജീവിക്കും. ആമേൻ. സ്തോത്രം. ഈ യാഗപീഠം പണ്ട് ഉറപ്പിക്കാൻ പറഞ്ഞതാണ്, ഉറച്ചില്ല. അതാണ് ഞാൻ വീണ്ടും നോക്കിയത്. സ്തോത്രം. നല്ല ഓർമ്മയുണ്ട്. ഇവിടെ കാർപ്പൻട്രിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി നോക്കി, ഓർമ്മയില്ലേ? എനിക്ക് നല്ല ഓർമ്മ. എത്ര ആയിരക്കണക്കിന് സ്റ്റേജുകൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഏത് പ്രസംഗം, ഏത് കൺവെൻഷൻ ആയാലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അടുത്ത തവണ പോയി വരുമ്പോൾ ഞാൻ ചോദിക്കും, പാസ്റ്റർ ആ പോടി ഉറപ്പിച്ചെങ്കിൽ ഞാൻ വരാം. കാരണം വചനമൊന്നും അതിൽ ഉറച്ചിട്ടില്ല. നീ പ്രസംഗിച്ച പോടിയെങ്കിലും ഉറച്ചാൽ നമുക്ക് പോയാൽ ഒരു ഗുണമുണ്ട്. കണ്ടോ?
അടുത്ത തവണ പ്ലീസ് ടേക്ക് ഒരു ജസ്റ്റ് ഡബിൾ സൈഡ് ടേക്കോ എന്തെങ്കിലും ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇതൊരു സുഖമല്ല. ഹല്ലേലൂയ. എനിക്കല്ല ഉറപ്പ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഉറപ്പില്ലാത്ത ദേവാസന്മാർ വന്ന് ആകെ കുഴഞ്ഞു. അതെ, മാറും അല്ലേ? ഇതിന് ഹോള് മാറുമോ? ഇതും മാറും, പൊടിയോ മാറും അല്ലേ? അപ്പോൾ ഇതൊന്ന് ഉറപ്പിക്കണം നമുക്ക്, കാരണം നമ്മുടെ യാഗപീഠം വിശുദ്ധമാണെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങുകയും വരുത്, ഭ്രമിക്കുകയും വരുത്. ഈ വചനം പ്രിയരെ ഈ ദിവസം വളരെ അത്യാവശ്യമാണ്. കാരണം 10, 20, 30 വർഷമായവരിന്ന് കലങ്ങിയിരിക്കുക. എന്താ കലക്കത്തിൻ്റെ പ്രശ്നം? എന്താ കലക്കത്തിൻ്റെ പ്രശ്നം അറിയും? ഈ കലങ്ങിക്കഴിഞ്ഞാൽ നല്ലതടിയിലുണ്ട് അല്ലേ, ഊറുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ കലക്കം കാരണം ഒന്നും കാണാൻ പറ്റില്ല. സ്തോത്രം. വചനമുണ്ട്, ആരാധനയുണ്ട്, ആത്മാവുണ്ട് ഒക്കെ, പക്ഷെ കലങ്ങിക്കഴിയുമ്പോൾ എന്തായി? നമ്മളും ലോകവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഈ അടുത്തിടയ്ക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഓരോ ആശുപത്രി അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഏറ്റവും പരിചയമുള്ളൊരു സഹോദരിയുണ്ട്. എല്ലാവരും കൂട്ടക്കരച്ചില്ല, അയ്യോ ഇനി ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമോ? ഇത് ആരോടൊക്കെയുള്ള ദൂതാണല്ലേ. സ്തോത്രം. 5 മാസം 6 മാസം ശമ്പളം കിട്ടുന്നില്ല. കൂട്ടക്കരച്ചിൽ. ആ സഹോദരിയും കരയുക. നോക്കിയേ ഏതവസ്ഥയാ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായമാണ്. കപ്പൽ മുങ്ങാൻ പോവുക, 276 കരയുന്നു. പൗലോസും കരയുന്നോ? കരയുന്നില്ല കേട്ടോ. കാരണം അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താ പാസ്റ്റർ? കൂട്ടക്കരച്ചില്ല. പെന്തക്കോസ്തുകാരും കരയുന്നു, എല്ലാവരും കരയുക. പിന്നെ ആരാ പ്രത്യാശയുള്ളവർ? ഇന്ന് പ്രത്യാശയുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മെ ശക്തമായി ഉപയോഗിക്കട്ടെ. അപ്പോൾ പ്രത്യാശയുള്ള ഹൃദയം കലങ്ങരുത്. കാരണം ഹൃദയത്തിൽ വിഷമമാവാം, സങ്കടമൊക്കെ ആവാം, പക്ഷെ കലക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ വചനപ്രകാരമുള്ള ആത്മപ്രകാരമുള്ള ശബ്ദമോ തീരുമാനമോ ഒന്നും നമുക്ക് ഹൃദയത്തിലേക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങുകരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, ഹല്ലേലൂയ എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആദിമ കൽപ്പനകൾ മുതൽ ഹല്ലേലൂയ പുതിയ നിയമത്തിൻ്റെ എല്ലാ വചനങ്ങളും വിശ്വസിപ്പിൻ. രണ്ടും ഒരുപോലെ വിശ്വസിക്കണം. ചിലർ പറയും പഴയ നിയമം വേണ്ടല്ലോ, അങ്ങനെ പറയും. അതുകൊണ്ടാണ് ആദ്യം കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ. Sorry brother, it would take years and years to translate at the same time. I'm talking about verse number 1 about the trustworthiness of the word of God. You have to believe in the word of God in the Old Testament and the New Testament as well. Got it? It's difficult to translate in all the time. Come across with the Holy Spirit. God's Spirit will translate everything in time. ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങുകരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. ലെറ്റ് നോട്ട് യുവർ ഹേർട്ട് ബി ട്രബിൾഡ്. യു ബിലീവ് ഇൻ ഗാഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. ബിക്കോസ് ഹൂ ഈസ് ഹീ? ഹീ ഈസ് ക്രൈസ്റ്റ് ജീസസ്, who is the beginner and the author and the finisher of our faith. So he will finish a good course of race which he has started within you. കർത്താവ് തമ്മിൽ ആരംഭിച്ച ആ നല്ല പ്രവൃത്തി, ആ നല്ല ഓട്ടം കർത്താവിൻ്റെ നാളുകളോളം തികയ്ക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അപ്പോൾ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത് പറയാൻ കാരണം ഹല്ലേലൂയ ഹൃദയത്തിലുള്ള കലക്കം നിമിത്തമാണ് പലരും വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഓട്ടത്തിൽ നമുക്കൊരിക്കലും ഹല്ലേലൂയ ജയിക്കാൻ കഴിയുകയില്ല. ഇരുമാനസമുള്ളവർ സകലത്തിലും അസ്ഥിരന്മാരാണ്. ഹല്ലേലൂയ. If you have been deferred heart, twin heart, stotram, you are inconsistent all your walks of your life. Hallelujah. So be confident on the word of God. Hallelujah. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു 16-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ കർത്താവ് എന്തുകൊണ്ടാണ് നമ്മളോട് ഹല്ലേലൂയ ഉറച്ചിരിക്കാൻ പറയുന്നത്? ഈ ലോകത്തിൻ്റെ ഇപ്പം സന്തോഷിക്കുന്ന സമയം അല്ല, ഇപ്പോൾ ലോകമൊക്കെ എൻജോയ് ചെയ്യുക. കാരണം കൊറോണ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, വളരെ സന്തോഷം. ആൻറ്റി പറഞ്ഞ സാക്ഷ്യത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെയുള്ള സഭകൾ കുറവാണ്, മാസ്കറ്റിൽ കുറവാണ്. കാണുമ്പോൾ ചിരിക്കുകയും ധനാഢ്യനെന്നോ ധനികരെന്നോ ബെൻസിൽ വരുന്നവനെന്നോ ബെൻസിൽ മാരുതി കാറിൽ ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസം കാണാറില്ല. സ്തോത്രം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അനുവദിക്കാറുമില്ല. എന്നാൽ പ്രിയരെ ഇതാ യഥാർത്ഥ. കാരണം അപ്പോൾ പ്രത്യാശയുള്ള സഭ, വലുപ്പച്ചെറുപ്പമില്ലാത്ത സഭ, അതാ വാസ്തവത്തിൽ ദൈവസഭ. അത് നിങ്ങൾ കണ്ടത് നാട്ടിൽ പോയി പറയണം. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവാസ ആരാധന അവിടെ കിട്ടില്ല. നാട്ടിലെ പാസ്റ്റർമാർക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കട്ടില വയ്ക്കാനും മാരേജിൻ്റെ നടത്തിപ്പിനും ഒക്കെ പോകേണ്ടി വരും. ഒരു ഭയങ്കര ബിസിയുള്ളവരാണ്. ഞങ്ങളുടെ പണി ഇത് തന്നെയാണ്, വേറെ പണിയൊന്നുമില്ല നമുക്ക്. പിന്നെ ഞങ്ങൾ അധ്വാനിച്ച് എനിക്ക് നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ 119-ാം സങ്കീർത്തനം 46-ാം വാക്യം പറയാൻ ശ്രമിച്ചതുകൊണ്ട് പണി പോയി. അതുകൊണ്ട് അധികം അത് പറയാൻ എളുപ്പം എല്ലാവർക്കും. പാസ്റ്റർ എല്ലാവരും ഇന്ന് എക്സോൾട്ട് ചെയ്തു. പാസ്റ്റർ ഇവരൊക്കെ പോയാൽ നമ്മളുടെ സഭയിൽ ഞാനും പാസ്റ്റർ ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല, ആൾക്കാർ ഇഷ്ടംപോലെ ഇനിയും വരാനുണ്ട്. ഹല്ലേലൂയ വിശ്വസ്തരെ. അതുകൊണ്ട് 119, 46 രാജാവിൻ്റെ മുമ്പിൽ എൻ്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുന്നു പറയുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും കർത്താവ് നമ്മളെ തുണ നിൽക്കും, കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളത് മടിക്കരുത്. ആ രാജാതിരാജൻ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അതുമാത്രമേ കാണുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പലരും പോയിട്ടുണ്ട്. പലരുടെയും എൻഡ് ഓഫ് ബെനഫിറ്റ് സർവീസ് ഇന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇതിനു വേണ്ടിയല്ല നീ മിണ്ടാതിരുന്നത്. ഇതിനാണ് മിണ്ടാതിരുന്നത്. കാരണം വേഗം പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ എൻഡ് ഓഫ് സർവീസ് കിട്ടില്ല. സാലറിയോ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ഇനി പിരിഞ്ഞു പോകുമ്പോഴെങ്കിലും എന്തെങ്കിലും തുക കിട്ടും. പാസ്റ്റർ അതും കിട്ടാത്ത സാഹചര്യമാണ്. ചെന്നോളാനാണ് പറയുന്നത്. ഏത് ഗവൺമെൻറ് മിനിസ്ട്രിയാണ് പറയുന്നത്. പോക്കോ പിന്നെ അയച്ചുതരാം, കിട്ടിയത് തന്നെ.
സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് തരും. അതെ, ഹല്ലേലൂയ. ആ ധന്യനായ കർത്താവ്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ആ നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ആ ധന്യനായ കർത്താവ് വന്നാൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. അപ്പം അത് ഉറപ്പാ. പക്ഷെ ഇവിടുത്തെ എൻഡ് ഓഫ് ബെനിഫിറ്റ്, സ്തോത്രം, ഒരു പ്രതീക്ഷയും വേണ്ട. ഹല്ലേലൂയ. ഏതൊക്കെയോ നഴ്സ് സഹോദരിമാരുള്ള ദുഃഖം. അതുകൊണ്ട് വായ തുറന്നോ. സ്തോത്രം. ഹല്ലേലൂയ. ഹോസ്പിറ്റലിലായാലും കുത്തുമ്പോൾ ഞാൻ വെറുതെ പറയാനല്ല, ബദൽ ഷാമ റൂവി സുവിശേഷീകരിക്കപ്പെട്ടു. ഇനി നിങ്ങൾ ആരും അവിടെ പോകണ്ട. അത് കാരണം അവിടെ ഒത്തിരി വർഷങ്ങൾ ഞാൻ ചിലവഴിച്ച് 2015 വരെയുള്ള എല്ലാവരോടും വ്യക്തിപരമായ സുവിശേഷം സമയമെടുത്ത് പറഞ്ഞ് പലരും അതിൽ വിശ്വാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ മാതൃക ചെയ്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അവസരം കളയരുത്. ഒരു ആംബ്യൂൾ കുത്തിവെക്കുമ്പോഴും ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോഴും നിങ്ങൾ സംസാരിക്കണം. എൻ്റെ മകൻ്റെ പേര് വിശ്വാസ് പോൾ നാരായണൻ. അങ്ങനെ ചോദിക്കുമ്പോൾ മോനെ ഇങ്ങനെ ഈ BGC കുത്താൻ വരുന്ന സിസ്റ്റർ ഇങ്ങനെ ഗോസ് എടുത്ത് തുടച്ച്, മോനെ ചിരിച്ച്, എന്താ നിൻ്റെ പേര്? വിശ്വാസ് പോൾ നാരായണൻ. അതെന്താടാ നിൻ്റെ പേര്? അങ്ങനെ അവൻ അച്ഛനെ ചൂണ്ടിക്കാണിക്കും. പിന്നെ ആ നേഴ്സിൻ്റെ രക്ഷയും മാനസാന്തരവും രക്ഷയും സ്നാനം അപ്പം നടത്താറില്ല, എനിക്ക് ഉറപ്പായിട്ട് നടത്തുള്ളൂ. ചത്തോന്ന് മൂക്കിൽ വിരലൊക്കെ വെച്ച് നോക്കും. ഫസ്റ്റ് പിച്ചൊക്കെ നോക്കണം, തല്ലിയൊക്കെ നോക്കണം, തിരിച്ചു തല്ലുന്നില്ലെങ്കിൽ മുക്കണം. സ്തോത്രം. അങ്ങനെ തല്ലിയവർ താങ്ങിക്കൊണ്ട് നടക്കേണ്ടി വന്നു. സ്തോത്രം. ഞാനത് അനുഭവിച്ച ആളാണ്. അതുകൊണ്ടാണ് സ്തോത്രം. ഇപ്പം ക്യാൻസറിന് റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ കൊണ്ടുപോകുന്നത് അപ്പച്ചൻ പാസ്റ്റർ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് ഇപ്പം കർത്താവ് പറയുകയാണ്, ഇപ്പം സന്തോഷിക്കുന്ന ജനത്തെ നോക്കി. 16 ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 16 വേഴ്സസ് 20. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. അല്ലെങ്കിൽ ഇവിടെ വാച്ചില്ല, അല്ലെങ്കിൽ കൈ പോക്കണേ. 9:12. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഇപ്പൊ സന്തോഷിക്കുക പലരും, അല്ലേ? ഇത് കഴിഞ്ഞാൽ നേരെ KFC പോകുന്നവരാരൊക്കെ ഉണ്ട്? കൈപൊക്കെ. അപ്പനെ അമ്മ എന്ന് പറയും, കുഴപ്പമില്ല, തെറ്റില്ല. ദിസ് ഇസ് ദ ഡേ ദാറ്റ് യു ടു റിജോയ്സ് ബിക്കോസ് ദേ ആർ ഗോയിങ് ഹോം. പക്ഷെ അപ്പച്ച അമ്മച്ചി തിരിച്ചു വരണം കേട്ടോ. ഇവിടെയുള്ള ഈ പ്രവാസ ജീവിതത്തെ പോലെ ഒരു കൂട്ടായ്മ വേറെ എവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് പെൺമക്കൾ കൂടെ അധികം ചിലവഴിക്കണ്ട, വേഗത്തിൽ മടങ്ങി വരിക. സ്തോത്രം. അതുകൊണ്ട് കണ്ടോ, ഇപ്പം സന്തോഷിക്കുക, പലരും സന്തോഷിക്കുക. പക്ഷെ അവരുടെ സന്തോഷം, ഹല്ലേലൂയ, സ്തോത്രം, വേഗത്തിൽ ദുഃഖമായി തീരണം. കണ്ടോ? ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും. എന്നാൽ ഇപ്പോഴത്തെ കാര്യം, നിങ്ങൾ കരയുന്നു, നിങ്ങളോട് പറയുകയാണ്, ലോകം ഇപ്പോൾ സന്തോഷിക്കും, എന്നാൽ നിങ്ങൾ ദുഃഖിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഹൃദയത്തിൽ ഞരക്കത്തോടെ കലങ്ങളോടെ പ്രാർത്ഥനയുടെ മറുപടി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുന്ന, യഥാർത്ഥമായി തീരുന്ന, ആനന്ദമായി തീരുന്നൊരു നാളുണ്ട്. ആ ആനന്ദ നാളുകളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. കണ്ടോ, ടേൺ ടു ജോയ് എന്ന് എഴുതിയേക്കണം, ഹാപ്പിനെസ് എന്നല്ല. കാരണം ജോയ്, ഹാപ്പിനെസ് എന്നുണ്ടാവുക പറഞ്ഞേ. ഹാപ്പിനെസ് ഉണ്ടാകുന്നത് ഒമാനിൽ പറയാമോ? അപ്പോൾ ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാവണം ഒമാനിൽ എന്നാണെന്നറിയോ? 28, 29, 30, 31, 32, 1, 2, 3, 4, 5 വരെ എന്ന് പറഞ്ഞാൽ ശമ്പളം തീരുന്നത് വരെ. കാര്യം 28-ാം തീയതി നല്ല കമ്പനികളൊക്കെ കൊടുത്തു തുടങ്ങും. പിന്നെ അത് 5-ാം തീയതി ആകുമ്പോൾ തീരും. പിന്നെ ബ്രദറെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഓ ഇങ്ങനെ അങ്ങ് പോകുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങളുടെ ദുഃഖം ആനന്ദമായി തീരും. Your sorrows will turn into joy, everlasting joy. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടോ, 21-ാമത്തെ വാക്യം, സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. ഇങ്ങനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്നെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ആമേൻ. പ്രിയരെ, ഇതാണ് യഥാർത്ഥമായ വിശ്വാസിയുടെ കാത്തിരിപ്പിന്റെ അനന്തരഫലം. പിന്നെ ലോകത്തിലേക്ക് നോക്കുന്ന ദുഃഖത്തെക്കുറിച്ച് സന്തോഷിപ്പാൻ, സങ്കടപ്പെടുവാൻ നിങ്ങൾക്ക് നേരമില്ല. നിങ്ങൾ വിശ്വാസത്താൽ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കുന്ന നിത്യത, നിങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കുന്ന അരുമനാഥനോടുള്ള വേഴ്ച, ആ വേളി കഴിക്കുന്ന രംഗം ഓർത്താൽ, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേളി കഴിക്കുക. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ഭാഷയാണ് ഈ വേളി എന്ന് പറഞ്ഞാൽ. ബ്രാഹ്മണന്മാർക്ക് 3 ദിവസം കൊണ്ടാണ് വേളി കഴിപ്പിക്കുക. ഭാര്യയൊന്നും അങ്ങനെ തരില്ല, മുമ്പിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കും കുറേ ദിവസം. 1, 2, 3 ദിവസം കയ്യിൽ പാണിഗ്രഹണം ചെയ്ത് തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. എങ്കിലും സർപ്പം ഔവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം സ്തോത്രം വഷളായി പോകരുത് വിചാരിച്ച്. ഉള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളമായി പോകരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നിർമ്മലതയും ഏകാഗ്രത വിട്ട് വഷളാവുന്നതിന് കാരണം? ഹൃദയം കലങ്ങുന്നത് കൊണ്ടാണ്. കലങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പഠിച്ച ആ യാഥാർത്ഥ്യമായ വചനങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകും. പിന്നെ കലക്കമാണ്. കലങ്ങി തെളിയുന്നത് വരെ നിങ്ങൾ പിന്നെ കരച്ചിലോട് കരച്ചില്ല. എന്നാൽ ഇവിടെ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്നില്ല. 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ നിങ്ങൾക്കും
ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല എന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടി വായിച്ച ബ്രദർ തപ്പിത്തടഞ്ഞു. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് മതി. ആൻഡ് യുവർ ജോയ് നോ മാൻ ടേക്ക് ഫ്രം യു. ഹല്ലേലൂയ. ഹാപ്പിനെസ് അല്ല, കണ്ടോ, മലയാളത്തിലല്ല സന്തോഷം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും. സന്തോഷമല്ല, സന്തോഷം 28, 29, 30, 31, 32. ഇതില്ലെങ്കിലും വിശ്വാസിക്ക്, വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലിന് പറഞ്ഞ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ആനന്ദം. കേട്ടോ, സന്തോഷം പോകുന്ന സന്തോഷം. ബിക്കോസ് ദി ജോയ് സസ്റ്റെയിൻസ്, ഹാപ്പിനെസ് ഗോസ് ആൻഡ് കംസ്. മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഈ ഹാപ്പി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തപ്പി നോക്കുമ്പോൾ ഒന്നും കണ്ടില്ലെങ്കിൽ ഇതില്ല. എന്നാൽ ആനന്ദം അങ്ങനെയല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ അല്ലേ. സ്തോത്രം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ആനന്ദവുമുള്ള അവസ്ഥ, അത് ദൈവരാജ്യത്തിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. കണ്ടോ, അപ്പോൾ ആ സന്തോഷത്തെ ആർക്കും നമ്മുടെ കയ്യിൽ നിന്നിടല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങുകയും അരുത്, ഭ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകും. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഒരു സമാധാനം, ദൈവത്തിൻ്റെ സമാധാനപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനം. 14:27 വാക്യം, 14:27, Gospel of John 14:27. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. പീസ് ഐ ലീവ് വിത്ത് യു. ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കണ്ടോ, ഹല്ലേലൂയ. അപ്പൊ ലോകം തരുന്നൊരു സമാധാനമുണ്ട്. എന്താണ്? ഹല്ലേലൂയ. ഈ ചെറിയ ചെറിയ മീറ്റിംഗ്സ് ഒക്കെ, പുറത്തുള്ള ലോകത്തിലെ മീറ്റിംഗ്സ് പോകുന്നു, ഈറ്റിംഗ്സ് ആൻഡ് മീറ്റിംഗ്സ് അല്ലേ. കുറച്ച് നേരം തിന്നു കുടിക്കുന്നു, കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ നാളെ എന്താ, അയ്യോ. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തന്നെ പരിശുദ്ധാത്മാവിനാലും വചനത്തിനാലും ഓഫർ ചെയ്യുന്ന നിത്യമായ ഒരു സമാധാനമുണ്ട്, ഒരു ഡിവൈൻ പീസ് ഉണ്ട്. ആ സമാധാനം അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ വചനത്താലും ആത്മാവിനാലും പ്രാപിക്കുന്ന ആ നിത്യമായ സമാധാനം അതാർക്കും എടുത്തു കളയാൻ കഴിയില്ല. അത് ഓഫർ ചെയ്യുന്ന നിത്യമായ ആനന്ദവും ആർക്കും. ഞാൻ പ്രിയരെ, 16 മാസമാണ് ഞാൻ ജോലിയില്ലാതിരിക്കുന്നത്. 16 മാസം ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? സ്വത്രം. പക്ഷെ ആൾക്കാർക്ക് എന്നെ കാണുന്ന ആ ഒരു അപ്രോച്ചിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എബിൻ കാണുമ്പോൾ എഴുന്നേറ്റ് ഓക്കെ ശരിയാക്കാം കേട്ടോ, ഇല്ല സമാധാനം ഉണ്ടാക്കാം. അപ്പം നോക്കിയേ, കർത്താവ് പറയുക അസമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പം 3-ാമത്തെ വാക്യത്തിൽ ഹൃദയം കലങ്ങാതെ ദൈവിക സമാധാനം അങ്ങനെ കിട്ടുന്നത് വചനത്താലും ആത്മാവിലാലും. ഇപ്പം നാളടുക്കും തോറും ഈ സഭായോഗങ്ങൾ അധികമായി വേണം. എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ കൊണ്ട് വല്ലതും ആവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിന് പോലും കൂടാൻ സമയമില്ലെന്നേ. കാരണം ഇത് കഴിയുമ്പോഴേക്ക് അടുത്ത പദ്ധതിയുണ്ട്. പക്ഷേ ഇതേ പദ്ധതിയാകണം. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാൻ നന്നായി 16 മണിക്കൂർ ജോലി ചെയ്തിരുന്ന മനുഷ്യനാണ്. സ്തോത്രം. ഇന്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഇന്ത്യൻ സ്കൂള്, അത് കഴിഞ്ഞ് അന്നത്തെ കാലത്തൊക്കെ പാർട്ട് ടൈം ചെയ്യാം. അവിടുന്ന് പോയി കോളേജ് ഓഫ് ബാങ്കിങ് ആൻഡ് സർവീസിൽ 8 മണി വരെ, അത് കഴിഞ്ഞ് മവാലയിലെ കൂടിവരവ് 11 മണി വരെ, വീട്ടിൽ വന്ന് വീണ്ടും 6 മണി വരെ. ചിന്തിക്കാൻ പറ്റുമോ? ഇന്നും വന്നു അതുപോലെ ഓടുന്നത്. സ്തോത്രം. അതുകൊണ്ട് സമയമില്ല എന്ന് എന്നോട് ആരും പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നാൾ സമീപിക്കുന്നതോറും നിങ്ങളുടെ ഈ യാത്ര തുടരുക. ഹല്ലേലൂയ. പ്രത്യാശയും ദൈവസ്നേഹവുമുള്ള ദൈവസഭയെ ദൈവം പണിതുയർത്തും. ഹല്ലേലൂയ. സ്തോത്രം. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് പ്രിയരെ, കർത്താവിൽ വചനം 14-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിലേക്ക് ഞാൻ വന്ന് തിരിച്ചു വരട്ടെ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. അവിടെ ഡ്വെല്ലിംഗ് പ്ലേസ്, മെനോയ് എന്ന വാക്കാ. മോനെ എന്നൊക്കെ വായിക്കും. മോനെ പറഞ്ഞ, മോനെ എന്ന് പറഞ്ഞേ, മോനെ. അച്ഛൻ മോനെ എന്ന് വിളിച്ച നിത്യമായ വാസസ്ഥലമാണ് ഗ്രീക്കിൽ കേട്ടോ. എന്താ മോനെ എന്ന് വിളിച്ച? ദിസ് ആൻ എവർലാസ്റ്റിംഗ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ദ മെൻ ഓഫ് ഗാഡ്, പീപ്പിൾ ഓഫ് ഗാഡ്, ചിൽഡ്രൻ ഓഫ് ഗാഡ്. സ്തോത്രം. മോനെ. ഓക്കെ. അപ്പോൾ ദൈവം വസിക്കാൻ തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, ദൈവമക്കളോടുകൂടെ വസിക്കാൻ തക്കവണ്ണം ഒരു വാസസ്ഥലമുണ്ട്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നാട്ടിലൊരു സെൻറ്റ് സ്ഥലം പോലും വാങ്ങിക്കാത്ത മക്കളെ, അല്ലെങ്കിൽ നിങ്ങളോട് ദൈവത്തിന് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടി ശാശ്വതമായ നിത്യമായ ഒരു വാസസ്ഥലം ഒരുക്കി വിളിച്ചവൻ്റെ വിശ്വസ്തത വലുത്. കർത്താവ് വരുവാൻ താമസിച്ചാൽ നിങ്ങളും അത് അവകാശമാക്കും. ഹല്ലേലൂയ. ഞാനതിനെക്കുറിച്ച് സ്വപ്നം പോലും കാണാത്ത സമയത്താണ്
ദൈവം എനിക്ക് വാസസ്ഥലം ഒരുക്കിയത്. അതുകൊണ്ട് പണ്ട് മാസ്റ്റർമാരൊക്കെ എന്നെ കാണാൻ വരുമ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിലും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലും പോയി നിന്ന് പ്രാർത്ഥിച്ച് അവരെ യാത്ര അയക്കേണ്ട ഗതികേട് എനിക്കുണ്ടായിരുന്നു. കണ്ണുനീരോടെ ഞാൻ വീട്ടിലേക്ക് പോരുമായിരുന്നു. ഒന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ നിനക്കാത്ത നാഴികയിൽ ഹല്ലേലൂയ തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിലെന്ന പോലെ ഞാനൊരു IPC ചർച്ചിൽ ശുശ്രൂഷിച്ച് മടങ്ങി വരുമ്പോൾ പാസ്റ്റർക്ക് എൻ്റെ വയറ് കണ്ടിട്ട് ചോദിച്ചു, പാസ്റ്റർക്ക് നമ്മുടെയൊക്കെ വയറ് കണ്ട നല്ല സമ്പാദ്യമുള്ള പാസ്റ്റർമാരെ തോന്നുന്നു. നമുക്കല്ലേ അറിയുള്ളൂ കർത്താവിൽ നമുക്ക് വിശ്വസ്തത അല്ലാണ്ട് ഒന്നുമില്ല. അവിശ്വസ്തനെങ്കിലും വിശ്വസ്തനെന്ന് എണ്ണി നമ്മളെ കർത്താവ് ശുശ്രൂഷ പരമേൽപ്പിച്ചു. അപ്പോൾ ആ വയറ് കണ്ടിട്ട് ലിജുംബിതറെ ഞങ്ങൾക്ക് ഒരു വീട് ഒരാൾ വിളിച്ചു തരികയാണ്. സ്തോത്രം. വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരിയെ നോക്കി ഒരു ദൂതേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. കാരണം ആ ചായം പറഞ്ഞു 65 ലക്ഷം പാസ്റ്റർ റെഡിയാക്കുക, നാളെ നമുക്ക് വസ്തു എഴുതാമെന്ന് പറഞ്ഞു. 65 ലക്ഷം പോയിട്ട് 65 രൂപ തികച്ചെടുക്കാനില്ല അന്ന്. ഞാനെത്ര ഉള്ള ആൻറ്റി 3 മക്കളിൽ ഒരു മകളെവിടെ ആൻറ്റി കരയാൻ തുടങ്ങി. അന്ന് പ്രവാചകനാണ്. പക്ഷേ ഇന്നിപ്പോൾ കണിയാനെ പോലെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ കൃപാവരം തൽക്കാലം കർത്താവ് എടുത്ത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മാറ്റി. കാരണം കണിയാനെ പോലെ ആൾക്കാർ വരുന്നത് പിന്നെ എന്ത് കിട്ടും എന്നറിയാൻ. സ്തോത്രം. അന്ന് ആ ആൻറ്റി ഗ്രേസ് ആൻറ്റി കർത്താവിൽ വളരെ സമർപ്പിക്കാനിടയായി തീർന്നു. ആൻറ്റി ഇത്രേ പറഞ്ഞോളൂ, ആ പാസ്റ്റർക്ക് എൻ്റെ വീട് എഴുതി കൊടുക്കുക. ഞാൻ പറഞ്ഞു അത് വെറുതെ വേണ്ട പാസ്റ്റർ, ആൻറ്റി 30 ലക്ഷം ഞാൻ തരാം. അങ്ങനെ 30 ലക്ഷം 6 മാസം കൊണ്ട് അത് ഞാൻ ROPയിൽ വർക്ക് ചെയ്യുകയാണ്. സ്തോത്രം കൊടുക്കുവാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലായില്ലേ? നിനക്കാത്ത നാഴികയിൽ ദൈവം നമുക്ക് വേണ്ടിയെല്ലാം ഒരുക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി സഹായിക്കുക. ദൈവരാജ്യത്തിൽ എങ്ങനെ ഹലസമ്പാദ്യം സ്വരുക്കൂട്ടും വെട്ടുകിളിയും വിട്ടലും തുള്ളനും പച്ചപ്പുഴവും തിന്നു കളയുന്ന ഈ ലോകത്തിൽ വാസ്തവമായി കണ്ടില്ലേ, പഞ്ചാബിൽ എന്തോ ഒരു ഏക്കർ കണക്കിന് സ്വരൂപിച്ചവരൊക്കെ ഓടിപ്പോകേണ്ടി വന്നു. ഇത്രയേ ഉള്ളൂ. സ്തോത്രം. എത്രയോ ജനറേറ്ററും സോളാർ പാനലും ഉള്ളവർക്കൊന്നും ലൈറ്റ് കത്തിക്കാൻ വയ്യ. സ്തോത്രം. അത് പ്രോട്ടോകോൾ ഓഫ് ദ കൺട്രി. അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രിയർ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് നിങ്ങൾ തിരിച്ചറിയുക. ഇത് കണ്ട് അനുഭവിച്ചേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ബുദ്ധി ഉപദേശിക്കുന്ന നാളിൽ അവനെ വിളിച്ച് കണ്ടെത്താവുന്ന നാളിൽ അവനെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിപ്പാൻ കർത്താവ് എത്ര ബുദ്ധി ഉപദേശം നമുക്ക് നൽകിയിരിക്കുന്നു. കണ്ടോ, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഒരു ഉറപ്പുള്ള കാര്യമാണ് ദൈവം നമ്മോട് പറഞ്ഞത്. ഈ ഉറപ്പുള്ള കാര്യത്തിലേക്കാണ് മക്കളൊക്കെ കേട്ടോട്ട് ഉറപ്പുള്ള കാര്യമാണ് ബൈബിൾ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഒരു കാര്യം പറയുന്നില്ല. ബിക്കോസ് ദിസ് ഈസ് ദ ബുക്ക് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് സയൻറ്റിഫിക്കൽ എവിഡൻസ്. ഹല്ലേലൂയ. സയൻസിനെ തെളിയിക്കാൻ ബൈബിൾ വേണ്ട. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അത് തെളിഞ്ഞോളും. എന്നാൽ ബൈബിളിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സയൻസ് കൊണ്ട് തെളിയിക്കാം. ഹല്ലേലൂയ. കാരണം എൻ്റെ കുറേ പിള്ളേരൊക്കെ ഇപ്പോൾ അപ്പോളജിറ്റിക്സ് പഠിക്കാൻ പോയിരിക്കും. ഞാൻ പറഞ്ഞു, അയ്യോ ലാസറേ പുറത്തേക്ക് വരുവിനെന്നൊരു ശബ്ദം കേട്ട് ലാസർ വരുന്നതാണോ 4 ദിവസം ഡിബേറ്റ് ചെയ്ത് ജയിക്കുന്നതോ? ഏതാ നല്ലത്? ഒലിവിയ, Lazarus come out and the dead Lazarus came out. And we are talking to the Lazarus people for 4 days and some of them believed. അതാണോ നല്ലത്? ലാസർ പുറത്ത് വന്നതാണോ നല്ലത്? Brother John, which is good? Lazarus come out or you debate with the Lazarus peoples and prove that Christ is the living Son of God? Which is better? Lazarus come out, that's all. Hallelujah. Because കർത്താവിൻ്റെ പ്രവൃത്തിക്ക് പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ ഉള്ളിൽ പുനരുത്ഥാന ശക്തിയുടെ അതാ പെന്തക്കോസ്ത് സഭകളുടെ വ്യത്യാസം. അവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആത്മശക്തിയോടെ ആരാധിക്കുന്നവരാ. കേട്ടോ? അപ്പം പെന്തക്കോസ്ത് ആരാധനയുടെ പ്രത്യേകത എന്താ? ആ ആരാധന തന്നെയാണ് പ്രത്യേകത. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് അതില്ലാത്തതുകൊണ്ട് അതിൽ പ്രത്യാശകളുടെ സാക്ഷ്യമില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ ആൻറ്റി ഇനിയും പാടണോട്ടോ. ഓമന ചാണ്ടപ്പിള്ള ആൻറ്റി പാടിയ പാട്ടാണത്. സ്തോത്രം. നാഥൻ വരാറ് നല്ല ട്യൂണ് നന്നായി വായിച്ചു. അല്ലെങ്കിൽ അതങ്ങ് തൈലൻ്റാക്കി വായിച്ചല്ലോ. നമുക്ക് പ്രത്യാശയോടെ ഇത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം മീറ്റിംഗ് കഴിയുമ്പോൾ. അല്ലെങ്കിൽ ഇതൊക്കെ കർത്തൃമേശ കഴിയുമ്പോൾ പാടേണ്ടത്. ഹല്ലേലൂയ. ഞാനും പോകാറായി, KFC പോകാറായി എന്നല്ല പറയേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. ഈ ആരാ പോയി ഇരിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ജയിക്കുന്നവന്. അപ്പോൾ ക്രിസ്തീയ ജീവിതം ജയകരമായ ജീവിതമാകണം. ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയരെ ജയപരാജയങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ആത്യന്തികമായി നമുക്കുള്ളത് യേശുക്രിസ്തുവിലുള്ള ജയമാണ്. അങ്ങനെ മരണം നീങ്ങി ജയം വന്നു എന്ന തിരുവെഴുത്ത് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിപ്പാൻ തക്കവണ്ണം പ്രാഗൽഭ്യം ലഭിച്ച ദൈവമക്കൾ ഈ ദ്രവത്വത്തെ വിട്ട് അദ്രവത്വത്തെയും ഈ മരണമാർത്യമായതിനെ വിട്ട് അമർത്യത്തിനെയും ധരിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് പൂർണ്ണമായി ജയം. അപ്പം അതുവരെ ജയപരാജയങ്ങൾ സമ്മിശ്രമായി പോകും. അപ്പോൾ ഇവിടെ നമ്മൾ കടബാധ്യത കൊണ്ടോ വീടില്ലാത്ത അവസ്ഥ കൊണ്ടോ ഒരുപക്ഷെ വീഴേണ്ടി വന്നാലും നിങ്ങൾ പേടിക്കണ്ടെന്നേ. എന്താ പേടിക്കാനുള്ളത്? സ്തോത്രം. നിങ്ങളുടെ യാത്ര ആരെയും തടയോ? ഒന്നും തടയില്ല. ഒരുപക്ഷെ ബോഡി വിട്ട് കിട്ടില്ല എന്ന് പറയുന്നത്. എല്ലാവരുടെയും പേടിയാതാ, ബോഡി വിട്ട് കിട്ടും. ശരിയല്ലേ? മരിച്ചാലെന്താ പേടി? ബോഡി വിട്ട് കിട്ടും. ബോഡി ഇല്ലെങ്കിലും പ്രശ്നം. സ്തോത്രം. ഏതെല്ലാം പിടിച്ചു വെച്ചാലും ചിരിക്കുന്നുണ്ട് എല്ലാവരും. പ്രിയരെ, സമുദ്രത്തിലുള്ളത് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു ദിവസമുണ്ട്.
ഹല്ലേലൂയ. ആരെല്ലാം എന്തെല്ലാം പിടിച്ചു വെച്ചാലും ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസത്തിൽ ആർക്കും പിടിച്ചു വെക്കാൻ കഴിയാത്ത ഹേ മരണം എന്നൊരു ജയം എവിടെയെന്ന് ചോദിപ്പാൻ കഴിവുള്ളത്. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് പുത്രനെ സ്വതന്ത്രമാക്കിയെങ്കിൽ ആ പുനരുദ്ധാന ശക്തി ഇന്ന് ആ പുനരുദ്ധാന ശക്തിയാ പ്രിയരെ നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ജയപരാജയങ്ങളുടെ നടുവിൽ പുനരുദ്ധാന ശക്തിയിലാണ് നാം സഞ്ചരിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ജയങ്ങളൊന്നും എൻ്റെ ജയമല്ല. പറഞ്ഞ എൻ്റെ ജയങ്ങളൊന്നും ബ്രദറെ കൈ കൊടുത്ത് കാല് കൊടുത്തൊക്കെ പറയുന്നതിന് പറയും ഇതൊക്കെ ഒന്ന് പറഞ്ഞു പഠിക്കുക. എൻ്റെ ആരോടും പറയണ്ട, നമ്മൾ തന്നെ പറഞ്ഞാൽ എൻ്റെ ജയങ്ങളൊന്നും എൻ്റെ ജയമല്ല, എൻ്റെ പരാജയങ്ങളൊന്നും. കാരണം എന്താ ഈ സാക്ഷ്യം പോകുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇനി ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ വാടക കൊടുത്തിട്ട് 2 മാസം 11 മാസം 8 ദിവസം കൊടുക്കാത്തവരാ ഞാൻ. ഈ കൂടുതൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് സ്തോത്രം കയ്യും കോട്ട് വിട്ട് പോരുന്ന സാറാ കണ്ടില്ലേ ഇതേ സ്തോത്രം. അപ്പം എന്തുകൊണ്ടാ പ്രിയരെ എനിക്ക് രാജ്യം വിട്ടു പോയാൽ നല്ല ജോലികളാ സ്തോത്രം. ഇന്തോനേഷ്യ, ജാപ്പാൻ, ഒസാക്ക, UAE ഒക്കെ വിളിക്കുക. ഞാൻ പോവില്ല, കാരണം 2 തീരുമാനം. ഇതുപോലെ നിപ്പ് പണ്ട് നിന്നു 2010 അന്ന് തന്നെ ദൈവം കൈവിട്ടില്ല. പിന്നെ ഇപ്പോൾ സ്തോത്രം വളരെ ആഗ്രഹമുണ്ട് പോകണമെന്ന്, പക്ഷേ സ്തോത്രം ദൈവം സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയർ നിങ്ങളെയൊക്കെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ജയങ്ങളൊന്നും നിങ്ങളുടെ ജയമായി വേണ്ട. എപ്പോഴും നിങ്ങൾ ഉയർച്ച കിട്ടുമ്പോൾ, ഒരു മാന്യത കിട്ടുമ്പോൾ ക്രിസ്തുവിനെ ഉയർത്തുക. നിങ്ങളോ ഹല്ലേലൂയ ഞാനോ കുറയണം അവനോ വളരണം. പാടിയാൽ പോരാ, ഞാനോ കുറയണം. അത് പാട്ട് വിടാൻ നമ്മൾ കുറയാൻ തയ്യാറാണോ? അല്ല, ഞാനോ എങ്ങനെ പാട്ട് കുറയണം. വേണ്ട വേണ്ട, നിങ്ങളാണ് ഈ ആൾക്കാരെയൊക്കെ വഷളാക്കിയത്. സ്തോത്രം. നിങ്ങൾ പാടി സുഖിപ്പിച്ച് ഇവർ പോകുമ്പോൾ പിച്ചിട്ട് വിടണം. ഇത് പാടിയത് എന്നെ ചതിക്കരുത് കേട്ടോ, കുറയാൻ സമ്മതിക്കണം കേട്ടോ എന്ന് പറയണം. എവിടെ കുറയാൻ സമ്മതിക്കുമോ? ഇത് ഞാൻ തന്നെ പറയും, കാരണം ഞാൻ അനുഭവിച്ച് പറയുന്നവനാണ്, വെറുതെ പ്രസംഗിക്കുന്നവനല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ലെറ്റ് മീ ഡിക്രീസ് ആൻഡ് ഹി മേ ഇൻക്രീസ് ഇൻ മീ. ഓക്കെ. ഹല്ലേലൂയ. ഞാനോ കുറേ, ലെറ്റ് യു ബി ഡിക്രീസ്ഡ്, നോ പ്രോബ്ലം. കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ കുറഞ്ഞാലും ഹല്ലേലൂയ ഞാൻ കുറഞ്ഞോട്ടെ. പണ്ട് പൗലോസ് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചിലവായി പോകുന്നു. ബീങ് സ്പെൻഡ് ആൻഡ് സ്പെൻഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. ഇപ്പം അത് തന്നെ അവസ്ഥ. പണ്ട് ചിലവാക്കുമായിരുന്നു സുവിശേഷത്തിന് വേണ്ടി, ഇപ്പോൾ ചിലവായി തേഞ്ഞ് തീരെ. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ. സമയമൊന്നുമില്ലേ? ഇഷ്ടംപോലെ സമയമാണ്. പാസ്റ്റർക്ക് സമയമുണ്ടാകുമോ? ഞാൻ പറയും ഇതന്നെ നമ്മുടെ പടി, വേറെ വഴിയൊന്നുമില്ല. ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി നടക്കുന്ന 2 ആളെ ഭൂമിയിലുള്ളൂ. ഒന്ന് സ്തോത്രം, അതന്നെ നോക്കുന്നത്. ഹല്ലേലൂയ. കർത്താദാസൻ പറഞ്ഞില്ലേ, ഹല്ലേലൂയ സൂപ്പർ മാർക്കറ്റിലോ വണ്ടിയിലോ ടാക്സിയിലോ എവിടെ കയറിയാലും ആരെ വിഴുങ്ങേണ്ടുന്ന സ്തോത്രം. ആരെങ്കിലും വന്ന് പെട്ടാൽ അന്ന് തീരുമാനം. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. വേഗത്തിൽ ഞാൻ അവസാനത്തിലേക്ക് വരട്ടെ. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. അത് കർത്താവിൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുക. ആ ദൈവമക്കളോടുള്ള ഉറപ്പാണ് 17-ാം വാക്യത്തിലേക്ക് 14:17. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകയാൽ. ഈ വാഗ്ദത്തം പറഞ്ഞ യേശുവിനെയും യേശുവിന്റെ വചനത്തെയും അറിയുകയോ ലോകം കാണുകയോ ചെയ്തിട്ടില്ല. അതിന് അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. മെനാറ്റെ എന്ന് പറഞ്ഞാൽ ഡ്വെൽ ഇൻ യു. അല്ലെങ്കിൽ മെനാറ്റെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മോനെ എന്ന് പറയുന്ന നിത്യമായ വസസ്ഥലം. ആ നിത്യമായ വസസ്ഥലം ആർക്ക് പോകാൻ കഴിയും? മെനാറ്റയിലിരിക്കുന്നവർ. ദൈവത്തോടുകൂടെ വസിക്കണം. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കരുത്, ഷോളിൻ്റെ നൂല് പിടിച്ച് വലിക്കരുത്. സ്തോത്രം. ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരെ അവിടെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അച്ഛനും അമ്മയും പ്രയർ കഴിയുമ്പോൾ അങ്ങ് പോകുന്നത് പോലെ സ്വർഗത്തേക്ക് കയറി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധയോടിരിക്കണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. കേട്ടോ, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ തന്നെ അവനെ ലഭിക്കാൻ കഴിയും. നിങ്ങളോ അവനോടുകൂടെ വസിക്കുന്നു. എത്ര പേർ കർത്താവിനോട് കൂടെ വസിക്കുന്നു? ആരാധനയിൽ പങ്കെടുക്കുന്ന കാര്യമല്ല, ഡ്വെൽ വിത്ത് ഹിം. ഹല്ലേലൂയ സ്തോത്രം. അവനോട് കൂടി ഇരിക്കണം. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് തന്നോടുകൂടി ഇരിക്കാനുമെന്ന്. അത് കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നത്. ആർക്കും ഇരിക്കാൻ നേരമില്ല. ഈ ദിവസങ്ങളിൽ നന്നായി ഇരിക്കുക. ഇപ്പം നിവൃത്തിയൊന്നുമില്ല. കാരണം ചെല്ലുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്, കവറങ്ങാനും കൊടുക്കേണ്ടി വന്നാലോ പാസ്റ്റർക്ക്. അല്ലേ ബ്രദറെ? നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ അല്ലേ? സ്തോത്രം. സാഹസം കാണിക്കരുത്. സ്തോത്രം. ഞാൻ ആരാധനയ്ക്ക് വന്ന പാവം ഏകാന്ത പതികനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അവന് ലഭിക്കുവാൻ കഴിയില്ല. നിങ്ങളോ അവനോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും അവൻ നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. അടുത്ത വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇത് കർത്താവിൻ്റെ ഉറപ്പാണ്. കർത്താവ് ജീവിക്കുന്നത് കൊണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കേ. ഹല്ലേലൂയ. വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നത് 10 കിലോ ഉള്ള സഞ്ചിയാണ്. 10-20 ഫോട്ടോകൾ,
ഒരു വിഗ്രഹം, ഒരു ഹനുമാൻ്റെ വിഗ്രഹം, പല വിഗ്രഹങ്ങൾ. ഇത് ലൈവ് ഒന്നും പോകുന്നില്ലല്ലോ അല്ലേ? ആ, സ്തോത്രം. ലൈവ് ഇടുന്നുണ്ടോ? ആ, ഓക്കെ. അപ്പം ഇതൊക്കെ കൊണ്ടാണ് വന്നിട്ട് അതെല്ലാം 2004 ഡിസംബർ 8-ാം തീയതി ബോഷറിൻ്റെ കടലിൻ്റെ അടിയിൽ താത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാലം ഇനി മൂന്നാമതൊരു സാധ്യത കാണുന്നത് ഇതാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഞാൻ പോയാലും നിങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ഞങ്ങളുടെ സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് പ്രിയരെ, ഹല്ലേലൂയ, കർത്താവ് നമ്മോട് പറഞ്ഞ വാഗ്ദത്തം, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. അപ്പോൾ നമ്മൾ സനാഥരാണ്. ഹല്ലേലൂയ. നമുക്ക് നാഥനുണ്ട്. പക്ഷേ നമുക്ക് ചോദിക്കാനും പറയാനും ആളുമുള്ളത് കൊണ്ട് എല്ലാത്തിനും നമുക്ക് കയറി മറുപടി പറയണ്ട. മിണ്ടാതിരുന്ന് നാം ദൈവമെന്ന്, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ആ സങ്കീർത്തനം വായിച്ചപ്പോൾ 119-43 വാക്യം നമ്മൾ കണ്ടു, അല്ലേ? സ്തോത്രം. എടുക്കണ്ട, സ്തോത്രം. അവിടെ എന്താ പറഞ്ഞത്? അവരുടെ മുമ്പിൽ ഞാൻ നിശബ്ദനാകാതിരിക്കേണ്ടതിന് സനാതനായ കർത്താവ് എനിക്ക് വേണ്ടി മറുപടി പറയും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നാം ചെയ്യേണ്ടതായ ഒരു കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ വാസസ്ഥലം പ്രാപിക്കുവാൻ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നാം ഒരുക്കമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒന്ന് വായിച്ചാട്ടെ. 22-ാമത്തെ വാക്യം, 14-22. ഈ ഇസ്കറിയോത്ത് അല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര ഇതിനെ വെളിപ്പെടുത്തുവാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ യൂദ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്തോത്രം, ഇസ്കറിയാവല്ലാത്ത യൂദ. അപ്പോൾ അർദ്ധസഹോദരനായ യൂദ ചോദിക്കുന്നൊരു കാര്യമാണ്, സ്തോത്രം. അപ്പോൾ ഈ യൂദയോട് ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ കൂടെ ഇരുന്നിട്ടും പലർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമുക്ക് നൽകിയ വാഗ്ദത്തപ്രകാരം, പിതാവിനോട് കേട്ട വാഗ്ദത്തപ്രകാരം നമുക്കത് കൈകാര്യം ചെയ്ത് വാങ്ങി തന്നപ്പോൾ ഇപ്പം നമുക്കതറിയാം. അപ്പം കൂടിരുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ കൃപയാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവസഭയ്ക്കുള്ളത്. ഇതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്ന് പറയാൻ കാരണം, ഹല്ലേലൂയ, സ്തോത്രം. 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, ഹല്ലേലൂയ, സ്തോത്രം, ഒന്നുകൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹിക്കുക. പാടുന്നതിൽ സ്നേഹമുണ്ടോ? ഹല്ലേലൂയ. ആ പാട്ടിൻ്റെ വരെ സ്നേഹം ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മളത് മറക്കും. അതിപ്പോൾ വിവാഹം കഴിഞ്ഞ സഹോദരിമാരോട് ചോദിച്ചാൽ മതി, ആ കാലങ്ങളിലൊക്കെ ഞങ്ങളെ കരുതിയിരുന്നത് പോലെയാണോ? ഇപ്പോൾ അല്ല, അതിനടക്കമല്ല. സ്തോത്രം. എൻ്റെ ഭാര്യ എന്നും പറയാം, അന്ന് എന്നെ കാണാൻ വരുമ്പോൾ ജ്യൂസും കൊണ്ടേ വരുള്ളൂ. എൻ്റെ മോനോട് ഇരിക്കുന്നുണ്ട്, മോനോട് അറിയാം. സ്തോത്രം. ഇപ്പം എന്താ കൊണ്ടിരുന്നോ? എന്തെങ്കിലും വേണോ എന്നൊരു ചോദ്യം. അത് യാഥാർത്ഥ്യമാണ്. സ്തോത്രം. എന്നാൽ വിട്ടുമാറാത്ത ആ സന്തോഷം, വിട്ടുമാറാത്ത ആ വിശ്വസ്തതയും, ആ വിട്ടുമാറാത്ത ആ ദൈവസ്നേഹം ആർക്കേ ഉള്ളൂ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവവും നമ്മളും തമ്മിലേ ഉള്ളൂ. അപ്പോൾ അതുറപ്പിക്കണം. കണ്ടോ, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകും. അപ്പോൾ ആ കർത്താവിൻ്റെ കൽപ്പനകൾ ലഭിച്ച് കർത്താവിനെ സ്നേഹിക്കണം. ഈ സ്നേഹത്തിന് 3 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഫിലോ, എറോസ് ആൻഡ് അഗപ്പെ. കേട്ടിട്ടുണ്ടല്ലോ? ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, പക്ഷെ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഫിലോൻ്റെ പ്രശ്നം വലിയ കുഴപ്പമില്ല. പക്ഷേ ഇറോസ് എന്ന് പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതും വാങ്ങുന്നതിനും അധിഷ്ഠിതമായ, വസ്തു അധിഷ്ഠിതമായ സ്നേഹം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പലർക്കും ഉള്ളത് അതാണ്. സ്തോത്രം. കമിതാക്കൾ തമ്മിൽ അല്ലേ, റൊമാൻറ്റിക് ലവ് എന്നാണ് ഇറോസിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഹല്ലേലൂയ, പത്രോസ്, ഹല്ലേലൂയ, ഫിലോ ആ കാണിച്ചത്, കർത്താവേ, എനിക്കിതിനോട് പ്രിയമുണ്ട്. പക്ഷെ കർത്താവ് വാസ്തവത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാ ചോദിച്ചത്. അഗാപ്പേ എന്ന വാക്കാ ചോദിച്ചത്. അപ്പോൾ പ്രിയരെ, കർത്താവിനോടുള്ള ആ അചഞ്ചലമായ, ആ നിഷ്കാമമായ, നിസ്വാർത്ഥമായ സ്നേഹം നിലനിർത്തുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ദൈവസഭകളിൽ അങ്ങനെ ഒരു സ്നേഹം കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിനൊന്നും പ്രതീക്ഷിക്കാതെ, ഹല്ലേലൂയ, ഒന്നും പ്രതീക്ഷിക്കാതെ. എന്താ വേണ്ടത്? കർത്താവ് പറഞ്ഞല്ലോ, ഞാനോ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല. അല്ലെ, ഒരു നാളിനകത്ത് ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട്, എനിക്കിന്ന് സമയം ഒത്തിരി എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിക്കും. ഒരു സാക്ഷ്യം. ഞാനിങ്ങനെ വചനമൊക്കെ പഠിച്ച്, കുറച്ച് ഗ്രീക്ക്, ഹീബ്രു ഒക്കെ പഠിച്ച് വന്നപ്പോൾ എൻ്റെ ബുദ്ധി ഭയങ്കര വികസിച്ചു. ബുദ്ധി വികാസം. അപ്പോൾ ഈ ബുദ്ധി കൂടുന്തോറും എന്താവും? വിശ്വാസം. അതങ്ങനെ തന്നെ. സംശയം നോക്കും. നിങ്ങൾ 8 വർഷം ബൈബിൾ കോളേജിലൊക്കെ ഒന്ന് പഠിച്ചു വരും. ഇപ്പോൾ ഉള്ള വിശ്വാസം അതൊന്നും ഉണ്ടാവില്ല. അത് വെറുതെ അല്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ആരുടെയും കണ്ടിട്ടോ കേട്ടിട്ടോ അല്ല. കാരണം ഇപ്പം നമ്മൾ ടെർമിനോളജിയിലാണ് ദൈവത്തെ അളക്കുന്നത്, അല്ലേ? സ്തോത്രം. ഞാൻ കാരണം കർത്താവ് ഇങ്ങനെ പോയ എൻ്റെ കാര്യം പഴയതുപോലെ ആവില്ല. മകൻ്റെ പേര് വിശ്വാസം നിട്ടു, പക്ഷേ എനിക്കില്ലാതെ പോയി ആ സംഭവം. അങ്ങനെ എന്ന് പറഞ്ഞാൽ തള്ളിപ്പറഞ്ഞൊന്നുമല്ല, ആദ്യ സ്നേഹവും ആദ്യ എരിവും ഉത്സാഹവും കുറഞ്ഞൊന്നും എനിക്ക് തന്നെ തോന്നുന്ന, പരിശുദ്ധാത്മാവ് എന്നെ തോന്നിപ്പിക്കുന്നൊരു സമയമുണ്ട്. അവിടെ നിങ്ങൾ പ്രതികരിക്കണം.
അപ്പോൾ ഞാനിത് പറയാൻ കാരണം എൻ്റെ കൂടെ ഇപ്പോൾ ഓസോഹാറിലായിരുന്നല്ലോ ശുശ്രൂഷ. കല്യാണം എന്നായിരുന്നു, ഇതിൻ്റെ കല്യാണം എന്നായിരുന്നു മാർച്ച് മാസം, നവംബർ അല്ലേ, നവംബർ മാസത്തിലായിരുന്നു. എനിക്കോട് നവംബറിൽ ഞാൻ സോഹാറിലാണ് അന്ന് ശുശ്രൂഷിക്കുന്നത്. ഇന്ന് സോഹാറിൽ കർത്താവദാസൻ ജെയിംസ് പാസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹം വളരെ പ്രാർത്ഥനയായി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഇവിടെ ഏൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പുള്ളിക്ക് ലൈസൻസ് എടുത്തു കൊടുപ്പിച്ചു, വീട് ആക്കി കൊടുത്തു, ആരാധനയൊക്കെ ആക്കി കൊടുത്തു. പക്ഷെ പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ ഇപ്പോഴും ഉറപ്പില്ല, ധൈര്യമില്ല, വണ്ടിയുമില്ല, നാട്ടിൽ പോയാൽ ഒട്ടും ഓടിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് ഇതിപ്പോൾ വെറുതെ ആയല്ലോ. കർത്താവ് പറഞ്ഞു, ഞാൻ നാട്ടിൽ ഓടിപ്പിച്ചോളാം അവനെ തൽക്കാലം, ഇപ്പോൾ പോട്ടെ. പുള്ളി വെക്കേഷന് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു, അന്ന് രാത്രി ലൈസൻസ് വേണം. പോകുന്ന അന്ന് സ്തോത്രം ഏപ്രിൽ മാസം 17-ാം തീയതി രാത്രി ഇവിടുന്ന് പോയപ്പോൾ നിനക്ക് ലൈസൻസ് വേണം. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി ഒരു സുൽത്താൻ ആംഡ് ഫോഴ്സിൻ്റെ സ്പെഷ്യൽ പരേഡ് നടക്കുകയാണ് ഈ ROP ഗ്രൗണ്ടിൽ. ഒരു വിസയോ ഒരു ലീഗൽ പ്രൊസീജിയർ നടക്കാത്ത ദിവസം, ഒരു രേഖകളും അനുവദിച്ച് കിട്ടാത്ത ദിവസം. അന്ന് നമുക്ക് അപ്പോയിൻമെൻ്റ് ആയിരുന്നു. അന്ന് സോഹാർന്ന് വരണമല്ലോ എടുക്കാൻ, സ്പെഷ്യൽ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കണം. പക്ഷേ ഞങ്ങൾ രാത്രി ഒരു 8 മണിക്ക് അപ്പോയിൻമെൻറ്റ് ഇവിടെ വന്നു. ഇവിടെ നോക്കിയപ്പോൾ ഫുൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ്റെ റോഡെല്ലാം ബ്ലോക്കാണ്. എന്നാൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത, കർത്താവദാസന്മാർക്ക് വേണ്ടി ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. അന്ന് 8 മണിക്ക് ഞങ്ങൾ 2 പ്രാവശ്യം ആംഡ് ഫോഴ്സ് മടക്കി അയച്ചു. പിന്നെ ഞാൻ വന്നപ്പോൾ വേറൊരു വഴിക്ക് അകത്ത് പോയപ്പോൾ ദൈവം, എനിക്ക് ഓടിക്കാറിയില്ല, ഗാലയുടെ ഉള്ളിലൊക്കെ പോയാൽ അറിയാലോ, ഒരു വഴി അറിയില്ല. അവസാനം സൂക്ഷ എൻ്റെ മുമ്പിൽ തന്നെ വന്ന് എത്തിയപ്പോൾ എല്ലാവരും വഴി തടഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് പതുക്കെ ഗ്ലാസ് താത്തി, അടുത്തൊരു വണ്ടി കിടക്കുന്നുണ്ട്, ഗ്ലാസ് താത്തി നോക്കിയപ്പോൾ ഒരു കറുത്ത വേഷധാരിയായ ഒരു സഹോദരി, യെസ് മിസ്റ്റർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഹലോ, ദൂതൻ. യെസ് മിസ്റ്റർ. വിജനമായ സ്ഥലം, ഒരു സ്ത്രീ. ഞാനാകെ പേടിച്ചു പോയി, വല്ലതും മിണ്ടാൻ പറ്റുമോ? സ്തോത്രം. അപ്പം എൻ്റെ കൂടെ ജെയിംസ് ബ്രദറുണ്ട്, ഞാനുണ്ട്. 2 പുരുഷന്മാർ ഒരു സ്ത്രീയോട് അസമയത്ത് അസാന്നിധ്യത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല. ഞാൻ അല്പം ഒന്ന് പേടിച്ചിട്ട് പറഞ്ഞു, യെസ് മാഡം, ഐ എം ലുക്കിംഗ് ഫോർ ദ ഡ്രൈവിംഗ് ലൈസൻസ്. പുള്ളി പറഞ്ഞു, ഗിവ് മീ യുവർ നമ്പർ. ഞാൻ പേടിച്ചു, ദൈവമേ ഇനിയിപ്പോൾ സംസാരിച്ചൊരു വല്ല കുഴപ്പമാണോ? കാരണം സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ എനിക്കിതിൽ പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം വി ആർ കമ്മിങ് ഫോർ ലൈസൻസ്, ഇറ്റ് ഇസ് ടു ലേറ്റ്. നോ പ്രോബ്ലം, ഗിവ് യുവർ നമ്പർ, ഐ വിൽ കോൾ യു നൗ. ഞാൻ കൊടുത്ത് മുന്നോട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ജെയിംസ് ബ്രദറെ നമ്പർ കൊടുത്തോ, കാരണം തല്ലുകൊള്ളുമ്പോൾ ഞാനും കൂടി ഉണ്ടല്ലോ ഒരുമിച്ച് വണ്ടി. അപ്പോൾ കുറച്ച് വണ്ടി അങ്ങ് എടുത്ത് രണ്ട് ടയർ റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ന് ലൈറ്റ് അടിക്കുകയാണ്. ഞാൻ വിചാരിച്ചു തീരുമാനമായി ഇന്ന് അല്ലേ. അപ്പോൾ അവർ സിവിൽ ഡ്രസ്സിലാണ്. ഓക്കെ മിസ്റ്റർ, ഫോളോ മീ, ഐ വിൽ ടേക്ക് യു. ഇതല്ലേ മത്തായിനെ വിളിച്ചത്, ഫോളോ മീ. നമ്മുടെ കർത്താവ് അതേ സംസാരിക്കും. പിന്നെ യഹോവയുടെ ദൂതൻ എന്ന് പറയുമ്പോൾ അതൊരു മെറ്റഫോറിക് പ്രയോഗമാണ്. അത് കർത്താവിൻ്റെ സാന്നിധ്യം തന്നെയാട്ടോ. അവിടെ മീഖായേലും ഗബ്രിയേലൊന്നും അല്ല, കർത്താവ് തന്നെ വരും, പല രൂപത്തിൽ വരുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു, യെസ് ഫോളോ മീ എന്ന് പറയുമ്പോൾ കൂടെ ടേട്ടറേ. അപ്പോൾ അടച്ചുപോയ സമയം കഴിഞ്ഞു. പുള്ളി കൊണ്ടുപോയി, ഓപ്പൺ ദ സിസ്റ്റം, ഓപ്പൺ ദ കമ്പ്യൂട്ടർ, ഗീവ് ദ ലൈസൻസ് ഫോർ ദം. ഞാൻ ഞെട്ടിപ്പോയി. മിസ്റ്റർ, എനിത്തിങ് യു വാണ്ട്, ടേക്ക് മൈ നമ്പർ. നമ്പർ, മാഡം ഹു ആർ യു? നോ പ്രോബ്ലം, യു വിൽ കം ടു നോ ഗോ. ഇന്നും ഒരാളെ കണ്ടിട്ടില്ല അങ്ങനെ. നമ്പറൊക്കെ ഉണ്ട്, ഞാൻ നമ്പറിൽ കാണുമെന്നറിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ലൈസൻസ് അടിച്ച് പുള്ളി അന്ന് രാത്രി ഒമാൻ എയറിൽ കയറിപ്പോയി. നിങ്ങൾക്കതൊക്കെ വിശ്വസിക്കാൻ പറ്റും. കാരണം ദൈവത്തിന് വേണ്ടി ആ ദൈവപുരുഷൻ ഡ്യൂട്ടി 7 മണിക്ക്, സാധാരണ ഒരു മെഷീൻ ഓപ്പറേറ്ററാണ്. ദൈവദാസന്മാരെ നിങ്ങളോടുള്ള ദൂതാണ്, വിശ്വസ്തരായ ദൈവദാസന്മാരോടുള്ള ദൂത. ഹല്ലേലൂയ. സാധാരണ 200 റിയാൽ വാങ്ങിക്കുന്ന ഒരു മെഷീൻ ഓപ്പറേറ്റർ, 3 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന മെഷീൻ ഓപ്പറേറ്റർ, രാവും പകലും ഞങ്ങൾ കൈകോർത്ത് ഏക മനസ്സോടെ പ്രാർത്ഥിക്കും. വലിയ പാസ്റ്റർ എന്ന് വെച്ചാൽ എന്നേക്കാൾ സീനിയർ ആണെങ്കിൽ 32 വർഷം ആലപ്പുഴ IPC മെമ്പറാണ്. ഞാൻ സാധാരണ മനുഷ്യൻ 20 വർഷം പോലും ആയിട്ടില്ല കർത്താവിൽ. ഹല്ലേലൂയ. അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹം കീഴടങ്ങി വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ സീറ്റ് വന്നപ്പോൾ നിങ്ങളൊക്കെ കോടികൾ മാറ്റിവെച്ചത് 1 പൈസ പോലും മാറ്റിവെക്കാതെ 75,000 രൂപ ഇങ്ങോട്ട് വലിയ സ്റ്റൈപ്പൻഡ് മേടിച്ച് ആ കൊച്ച് ഇന്ന് കർണാടക ജിംസിൽ പഠിക്കുക. ഏതുവരെ പഠിക്കുന്നത് കേൾക്കണോ? MD വരെ പഠിക്കും. സ്തോത്രം. അങ്ങനെയുള്ളൊരു പ്രത്യേക കോളേജാണ് അത്, മാപ്പിംഗ് ഉള്ള. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇന്നലെ USMLE കൂടി മാപ്പിംഗ് ഉള്ള കോളേജാണ്. സ്തോത്രം. അപ്പം നമ്മൾ മിടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ MBBS ബാച്ചിൽ നിന്ന് ഡയറക്റ്റ് MDക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ ദൈവം അദ്ദേഹത്തോട് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം, അത്ര വിശ്വസ്തയോടെ ദൈവം നിൽക്കുമ്പോൾ ദൈവം നമ്മെ കൈവിടുമോ? ഹല്ലേലൂയ. അതാ വിശ്വസ്തനല്ലെങ്കിലും പറ, ഇന്ന് രാത്രി എന്നെ വിശ്വസ്തന് വേണ്ടി ഒരു ശുശ്രൂഷത. വായി തുറക്കാം. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, പാടാൻ അറിയില്ല, ഹല്ലേലൂയ, മീട്ടാൻ അറിയില്ല, കൊട്ടാൻ അറിയില്ല, എങ്കിലും യേശുവേ അങ്ങേക്ക് വേണ്ടി എൻ്റെ നാവിനെ ഞാൻ ചലിപ്പിക്കാം. ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, ഞങ്ങൾക്കൊരു ഹല്ലേലൂയ ചെറിയ കൂട്ടമുണ്ട്. ഉച്ചനീചത്വം കൂടാതെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൊച്ചു സഭയുണ്ട്. സഹോദര, കടന്നു വരാമോ? ഹല്ലേലൂയ. കണ്ടോ, എൻ്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു.
എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പോൾ നോക്കിയേ, ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കിട്ടണം പ്രിയരെ. കേട്ടോ, തന്നെ സ്നേഹിച്ച് എന്നെ, വചനം എല്ലാവർക്കും കിട്ടും, പക്ഷേ എന്നെ തന്നെ വെളിപ്പെടുത്താൻ, ദ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. അത് യോഹന്നാനുണ്ടായ അപ്പോക്കാലിപ്സ് ആണെന്ന് നിർബന്ധമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തരും. നമുക്ക് വേണ്ടത് അന്ത്യകാല സംഭവങ്ങൾ എന്നെ കാണിക്കണമെന്നാണ്. എടാ, ഇവിടെയുള്ള കാര്യങ്ങൾ എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ല, ഇനി അന്ത്യകാല സംഭവങ്ങൾ. ഹല്ലേലൂയ, കണ്ടോ. അപ്പോൾ കർത്താവ് നമ്മെ വെളിപ്പെടുത്തും. ദിവസങ്ങൾ ക്രിസ്തു വെളിപ്പാടിൽ. ഇന്ന് ആരോട് ഞാൻ സംസാരിക്കണം? ഇന്ന് എൻ്റെ കൂടെയുള്ള സഹോദരന്മാരോട് ഞാൻ എന്ത് പറയണം? ബ്രദർ ജോൺ, കൺവേ ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് വെർ എവർ യു ഗോ, നോ മാറ്റർ ദേ ആർ, വെദർ യു ആർ ഹിന്ദി ഓർ മലയാളം ഓർ തെലുഗു, പീപ്പിൾ ആർ ഹിയർ ഹു ക്യാൻ ടേക്ക് കെയർ ഓഫ് ദ പീപ്പിൾ അക്രോസ് ദി ലാംഗ്വേജ്, അക്രോസ് ദി കൾച്ചർ. ഓക്കെ ബ്രദർ, God has chosen you to convey His unaltered gospel, and God has seen you for the kingdom expansion. Hallelujah. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുക, അനുസരിക്കുക. അപ്പോൾ അത് പ്രമാണിക്കുക, അത് ടീച്ച് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ ടീച്ചിങ് എന്നാണ്. അപ്പോൾ ആ ടീച്ച് ചെയ്യണം, അത് അറിയുന്ന രീതിയിൽ പറയാം. സഹോദര, ഹല്ലേലൂയ. ഭാഷ വിഷയമല്ല, വേഷം വിഷയമല്ല, സമയം വിഷയമല്ല. എത്രയായാലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു എന്നൊരു വാക്കൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. വെറുതെ പറയുന്നതല്ല. എൻ്റെ ഭാര്യയുടെ വീട്ടിൽ 38 വർഷങ്ങൾക്ക് മുമ്പ് യശോദ എന്ന് പറയുന്നൊരു സാധു സഹോദരി ഈ സുവിശേഷമായി ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്നു. അന്ന് എം എ വർഗീസ് പാസ്റ്ററൊക്കെ തിളങ്ങി നിൽക്കുന്ന കാലമാണ്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ സഭയിൽ നിന്ന് ഉത്സാഹത്തോടെ മടങ്ങി വന്ന് ഈ സഹോദരി, യേശുക്രിസ്തു ഗീതമ്മേ എന്നെ സൗഖ്യമാക്കിയിട്ടോ, കർത്താവിൻ്റെ സാന്നിധ്യം. ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം. ഇൻഡിഗോയുടെ സ്തോത്രം, ഒരാൾ ഫിനാൻസ് മാനേജറും ഇൻഡിഗോയുടെ എയർ ഹോസ്റ്റസ് ട്രെയിനറുമാണ് മകൾ. പല നിലവാരത്തിലും, ആത്മീയ നിലവാരത്തിൽ മാത്രമല്ല ഭൗതികത്തിലും അവർ ഉയർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭൗതികം പറയുമ്പോൾ ആത്മീയവും പറയണമല്ലോ. കാരണം അവരുടെ 2 മക്കളും കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്നു. ഈ സഹോദരി 38 വർഷം മുമ്പ് എൻ്റെ മദറിനോട് പറഞ്ഞു. അന്ന് അവർ വലിയ ഉന്നത കുലജാതരെന്നുള്ള അഹങ്കാരത്തോടെ പറഞ്ഞു, പിന്നെ ഈ ജാതിയിലൊന്നും ഞങ്ങളെ കിട്ടില്ല. ഇപ്പം എന്തായി? മകളും മരുമകനും കർത്താവിനെ സ്നേഹിക്കുന്നവരായി, സേവിക്കുന്നവരായി. അതുകൊണ്ട് ആ ഒരു വാക്കല്ലേ പ്രിയരെ ദൈവം കണ്ടത്. ഗീത ചേച്ചി, യേശു നിങ്ങളെ വർഷങ്ങൾ കഴിഞ്ഞോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ അപ്പം വെള്ളത്തിന് മേൽ എറിയുക. ഹല്ലേലൂയ, സ്തോത്രം. അത് ജീവൻ്റെ അപ്പമാകുന്ന യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ അതേറിയ കാലം കഴിഞ്ഞാൽ തിരിച്ചു വരും പ്രിയരെ. അതെവിടെയും പോകുകയില്ല. കാരണം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്കിഷ്ടമുള്ള കാര്യം നിവർത്തിക്കും. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇഷ്ടമുള്ള കാര്യം ദൈവത്തിൻ്റെ വിശുദ്ധീകരണമാണ്. അയച്ച കാര്യം സാധിപ്പിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം, ആ കർത്താവിനായി ഒരുങ്ങാം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി ഞാൻ വായിച്ച് അവസാനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ ഓട്ടത്തിൽ നമ്മുടെ ഹൃദയം കലങ്ങും, അല്ലേ? കലങ്ങി അത് സെഡിമെൻ്റ് ചെയ്യണം. ഹല്ലേലൂയ. അതിനൊറ്റ വഴിയേ ഉള്ളൂ, ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയുമ്പോൾ അവിടെ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി. ഹീബ്രൂസ് 12:2-3 ഒന്ന് വായിക്കണമേ. എബ്രായ ലേഖനം 12:2, ഹീബ്രൂസ് 12:2-3. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. So despise the reproach. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പിടിക്കാതെ അങ്ങ് വിട്ടുകളഞ്ഞേക്കാം. കേട്ടില്ല? നിങ്ങളെക്കുറിച്ച് പഴിയും ദുഷിയുമായി പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം ഏറുന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെക്കുറിച്ച് സകലതും കളവായി പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ, പക്ഷേ യേശുവിനെ പ്രസംഗിക്കാൻ നിങ്ങൾ മടിക്കരുത്, നാണിക്കരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുമായ യേശുവിനെ നോക്കി യാത്ര. ഹല്ലേലൂയ. നോക്കുക. ദൈവികമായ ആലോചനകളെ രാത്രികാലം കർത്താവിൻ്റെ അഭിഷേകത്തിൽ കൂടെ കേൾക്കുവാൻ കർത്താവിടെയാക്കിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നുണ്ട്, നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് വരുവാൻ സമയമായിരിക്കാൻ അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയുള്ളവരായിട്ട് നമുക്ക് ഒരുങ്ങാം, കാത്തിരിക്കാം. ഈ രാത്രികാലം കേട്ടാ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകളെയും തൻ്റെ കുടുംബത്തെയും ദാനമായി കിടന്ന കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സഹോദരങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിവിധ വിഷയങ്ങളുടെ മുഖത്തായിരിക്കുന്നുണ്ടല്ലോ, എല്ലാവരുടെയും വിഷയത്തിന്മേൽ കർത്താവ് നടകൊള്ളേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. എവർ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, വാക്യത്തിൽ വിശ്വസിച്ച് വാക്ക് പറഞ്ഞ വാർത്ത കർത്താവ് ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ,
അനുഗ്രഹപ്പെട്ടൊരു സഭായോഗം ഞങ്ങൾ തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളെ ചിലരുടെ മറവിൽ ഞങ്ങളെ മറച്ചു കൃപയ്ക്കായി സ്തോത്രം. സംഘത്തിലൂടെ കേൾപ്പിച്ച ദൂതനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സാക്ഷിവാചകങ്ങളിലൂടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് വലിയ ദൈവപ്രവൃത്തി ഹല്ലേലൂയ വിഷയങ്ങളിൽ കാണുവാൻ സാറോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ ദൈവമേ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞങ്ങൾ മധ്യ അയച്ച ദൈവദാസനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശുശ്രൂഷയിലൂടെ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഏൽപ്പിച്ച ദൂതനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ദൈവമേ അത് 100 മേൽ തന്നെ ഫലം കായ്പാൻ സ്വർഗ്ഗമേ അവിടെ ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അനുഗ്രഹത്തോടെ ഞങ്ങളെ ഫലത്തിലേക്ക് അയക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഹല്ലേലൂയ ഞങ്ങളെല്ലാം ഇമ്മാനുവേൽ ചെറുകളിൽ മറച്ചുള്ള കൃപയ്ക്കായി സ്തോത്രം. മഹത്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.